വേദിയിലുള്ള അധ്യക്ഷൻ നമ്മുടെ പ്രിയങ്കരനായ ശ്രീ സുരേഷ് ബാബു, അതുപോലെ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ കൂടിയായ ശ്രീ TR മനോജ്, നമ്മുടെ പരിഷത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഡോക്ടർ പത്മകുമാർ, അതുപോലെ ഇവിടെ സ്വാഗതം പറഞ്ഞ ശ്രീമതി ഷീല ബൈജു, നമ്മുടെ ഇവിടെ പരിചയപ്പെടുത്തിയ മാനവിക വേദിയെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയ സണ്ണി സാർ, അതുപോലെ ശ്രീമതി ഡെയ്സി ജോൺ, പിന്നെ ഈ സദസ്സിലിരിക്കുന്ന വളരെ വളരെ ആദരണീയരായ സുഹൃത്തുക്കളെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഒരുപാട് പേരെ ദീർഘകാലത്തെ പരിചയമുണ്ട്. ഒരുപാട് കാലം നമ്മൾ പലവിധ പ്രവർത്തന മേഖലകളിലും പരസ്പരം പങ്കെടുക്കുന്ന ആളുകളാണ്. പേരെടുത്ത് പറയേണ്ട ആളുകളാണ് എല്ലാവരും ഇരിക്കുന്നത്. എങ്കിലും സമയത്തിൻ്റെ ഒരു ഇതുകൊണ്ട് അങ്ങനെ ഇതിലേക്ക് പോകുന്നില്ല. ഇവിടെ നമുക്ക് ദേശീയ മാനവിക വേദിയെപ്പറ്റി സൂചിപ്പിച്ചു. ഇന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ സംഘടന കൊണ്ട് ശക്തരാവുകയും വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുകയും എന്ന് പറഞ്ഞതുപോലെ സംഘടനയിലൂടെ ഈ കാലഘട്ടം നേരിടുന്ന വലിയൊരു വിപത്തിനെ ചെറുക്കാനുള്ള ഒരു നല്ല ശ്രമമാണ് ദേശീയ മാനവിക വേദി എന്ന കൂട്ടായ്മ. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളോടും തുടക്കത്തിലെ തന്നെ ഞാൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. ഇപ്പം ഇവിടെ സാറ് സൂചിപ്പിച്ചപ്പോഴാണ് അത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തമായത്. ഇന്നിപ്പോൾ അതിൻ്റെ ഭാഗമായി ഇന്ന് ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ആ വിഷയത്തിനുള്ള ഒരു ആമുഖാവതരണമാണ് എന്നോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ വിഷയത്തെപ്പറ്റി വളരെ ധാരണയുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് എന്നെനിക്കറിയാം. ഇവിടെ അത് സംബന്ധിച്ച് പ്രതികരിക്കാൻ പ്രഗത്ഭരായ രണ്ടുപേരുണ്ട്. അതുപോലെ തന്നെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ സുരേഷ് ബാബു, അദ്ദേഹം ഈ വിഷയത്തിൽ നല്ല ധാരണയുള്ള ആളാണ്. പുറത്തുനിന്നൊരാൾ വരട്ടെ എന്ന് വെച്ചിട്ട് എന്നെ വിളിച്ചു എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഞാനാകട്ടെ അങ്ങനെ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ 10-20 വർഷമായി കുറേ കാലമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഞാനൊരു വിദ്യാഭ്യാസ വിചക്ഷണനോ അങ്ങനെയൊന്നുമല്ല. ബട്ട് മൊത്തത്തിൽ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയിലും ശ്രദ്ധിക്കുകയും ഇടപെടുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ മാത്രമാണ്. ആ നിലയ്ക്ക് PM ശ്രീയുടെ അതുപോലെ അതിന് മുന്നോടിയായിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയം 2020 NEP 2020 പശ്ചാത്തലവും അത് മുന്നോട്ട് വയ്ക്കുന്ന പ്രശ്നങ്ങളും സാധ്യതകളും എല്ലാം നിങ്ങളോടൊന്ന് ചർച്ച ചെയ്യുക എന്നതാണ് തുടക്കത്തിൽ. നിങ്ങളുടെ ചർച്ചയ്ക്ക് ആമുഖമായി കുറച്ച് കാര്യങ്ങൾ പറയുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ സാഹചര്യമൊക്കെ പറഞ്ഞു. ഈ അന്റോണിയോ ഗ്രാംഷി എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു ഇറ്റാലിയൻ ചിന്തകനെ പറ്റി നമ്മളിൽ പലരും കേട്ടിരിക്കും. അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്തും ഒരുപാട് സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് ഒരു വലിയ നിരീക്ഷണമുണ്ട്. ആ നിരീക്ഷണം എന്ന് പറയുന്നത്, നമ്മൾ പൊതുവെ സംസ്കാരം എന്ന് പറഞ്ഞാൽ യോഗാനന്തരം കഥാപ്രസംഗം ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് പോലെ വൈകുന്നേരം കല ആവിഷ്കാരം അതുമായൊക്കെ ബന്ധപ്പെട്ട എന്തോ സംഗതിയാണ് സംസ്കാരം എന്ന് പൊതുവെ നമ്മളല്ല എങ്കിലും പല ഒരു ധാരണയും സമൂഹത്തിൽ അങ്ങനെ ഉണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നമുക്കറിയാം സംസ്കാരം കുറച്ചും കൂടി വിപുലമായ ഒരു സംഗതിയാണ്. സർക്കാരിൻ്റെ ഒരു വകുപ്പല്ല സംസ്കാരം, സംസ്കാരത്തിൻ്റെ ഒരു വകുപ്പാണ് സർക്കാർ എന്നൊരു പ്രയോഗമുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു വൈപുല്യത്തെ സൂചിപ്പിക്കുകയാണ്. അപ്പം സംസ്കാരം അത്ര വിപുലമായ ഒരു സംഗതിയാണ്. നമ്മുടെ ആചാരമര്യാദകൾ, ഭക്ഷണ രീതി, അതുപോലെ നമ്മുടെ വസ്ത്രധാരണ രീതി, മനോഭാവങ്ങൾ, ഇതെല്ലാം ചേരുന്ന ജീവിതത്തിൻ്റെ സമസ്ത വ്യവഹാര മണ്ഡലങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ് സംസ്കാരം എന്ന് നമുക്കറിയാം. അപ്പോൾ ഗ്രാംഷി പറയുന്ന ഇതാണ്, ഒരു സമൂഹത്തിൻ്റെ ഒരു ആത്യന്തികമായ സ്വഭാവം നിർണ്ണയിക്കുന്നത്
ഇപ്പോൾ കേരള സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ആളുകളുടെ സ്വഭാവം നിർണ്ണയിക്കുന്നത് അവിടുത്തെ ഉൽപാദന വ്യവസ്ഥയും സാമ്പത്തിക വർഗ ബന്ധങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ ആ ഉൽപാദന വ്യവസ്ഥയെ ആ ഒരു പിന്നെ സാമ്പത്തിക സംവിധാനങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്ന അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഉണ്ടായി വരുന്ന കുറേ മനോഭാവങ്ങളും ശീലങ്ങളും സമൂഹത്തിൽ ഉണ്ടാകും. അത് ആ ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരിക സവിശേഷതയാണ്. ഈ ഉൽപാദന വർഗ സംവിധാനങ്ങളെയൊക്കെ നമ്മൾ ഇല്ലാതാക്കിയാലും ഈ സംസ്കാരം മുകൾ തട്ടിൽ, ഉപരിഘടന എന്നാണ് ഗ്രാംഷി പറയുന്നത്, മുകൾ തട്ടിൽ ഇങ്ങനെ കിടക്കും. അനുകൂലമായ സാഹചര്യത്തിൽ അതിനെ കൂടി മാറ്റിയില്ലെങ്കിൽ അനുകൂലമായ സാഹചര്യത്തിൽ അത് തിരിച്ച് ഈ വർഗബന്ധങ്ങളെയും ഈ ഉൽപാദന വ്യവസ്ഥയെ മാറ്റിയതിനെ തന്നെ പഴയതുപോലെ തിരിച്ചു കൊണ്ടുവരും. എന്നാൽ ഇതാണ് ഗ്രാംഷിയുടെ ഒരു നിരീക്ഷണം. ഞാൻ പറയാൻ വന്നത്, ഇപ്പം നമുക്ക് കേരളത്തിൽ ഭൂപരിഷ്കരണം നടന്നു, ജന്മിത്വം ഏതാണ്ട് അവസാനിച്ചു. ജന്മിത്വം അവസാനിക്കുന്നതിന് മുമ്പ് ജന്മിക്ക് അടിയാൻ്റെ മേൽ അനന്തമായ അവകാശങ്ങളുണ്ടായിരുന്നു. കുടികെട്ടി താമസിക്കാൻ അനുവാദം കൊടുക്കാം, അതിനപ്പുറം കുടിൽ പൊളിച്ചു കളയാം, കൂലി കൊടുക്കാതെ പണിയെടുപ്പിക്കാം, തല്ലാം, കൊല്ലാം, അടിയാൻ്റെ ഭാര്യയെ ബലാത്സംഗം ചെയ്യാം, എന്തു വേണമെങ്കിലും ചെയ്യാം. അന്ന് അടിയാന്മാരുടെ എണ്ണം വളരെ കൂടുതലും ജന്മിമാർ വളരെ കുറവാണ്. എന്നിട്ടും ജന്മിമാർ ഇത് പറഞ്ഞാൽ അവിടെ ഒരു കലാപം ഉണ്ടാകില്ലായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ആണ് ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ അത് ജന്മിയുടെ അവകാശമാണ് എന്ന പൊതു മനോഭാവം, സാംസ്കാരിക മനോഭാവം സമൂഹത്തിലാകെ പടർന്നിരുന്നു. അത് അടിയാൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് അവൻ എതിർക്കില്ല. അപ്പം ഇതാണ് ഒരു പ്രശ്നം. നമ്മുടെ ഇന്നത്തെ കാലത്ത് സ്ത്രീകളുടെ കാര്യം നമുക്കറിയാം. സ്ത്രീകൾ വീട്ടിനുള്ളിൽ വീട്ടുഭാരം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഒരിതാണ്. സാവിത്രി രാജീവിൻ്റെ ഒരു കവിതയിൽ പറയുന്നത് പോലെ, ഞാൻ 16 അടി നടന്ന് വീട് വിട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ പുറകെ വീട് എൻ്റെ പുറകിലെത്തി. ഞാൻ നോക്കുമ്പോൾ 8 അടി പുറകിൽ വീടുണ്ട്. പിന്നെ പെട്ടെന്ന് അത് എൻ്റെ അടുത്തെത്തി, വീട്ടിനകത്ത് തന്നെ ആക്കി. പിന്നെ ചായയായി, ഭക്ഷണമായി, കുഞ്ഞുങ്ങൾക്ക് പിന്നെ എന്താണ് അവരുമായിട്ട് സല്ലാപമായി, അങ്ങനെ എന്തെല്ലാമോ ധർമ്മസങ്കടങ്ങളിൽ ഞാൻ വീട്ടിൻ്റെ അകത്തായി എന്ന രൂപത്തിലൊരു കവിതയുണ്ട്. എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ എന്തുകൊണ്ട് നിൽക്കുന്നു ചോദിച്ചാൽ, സ്ത്രീകൾ ഉൾപ്പെടെ ഇപ്പോഴും അതാണ് ഒരു രീതി എന്നത് അംഗീകരിക്കുന്നതുകൊണ്ടാണ്. അപ്പം ഇതാണ് ഗ്രാംഷി പറയുന്നത്. നമ്മുടെ വിഷയത്തിൻ്റെ ഒരു പുറത്തു നിന്നുകൊണ്ട് ഞാൻ ആദ്യം അത് പറഞ്ഞത് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ, വിദ്യാഭ്യാസം എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ലക്ഷ്യം എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാം മനസ്സിലുണ്ട്. അപ്പം എല്ലാ ആളുകളോടും ചോദിച്ചാൽ അവർ പറയുന്നത് സ്വന്തം കുട്ടികളെ എങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ പിന്നെ ലക്ഷ്യം മനസ്സിലാക്കിപ്പിക്കും, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഏറ്റവും നല്ല കുട്ടികൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് രക്ഷിതാക്കളോടൊക്കെ ചോദിച്ചാൽ, കുട്ടി ഏറ്റവും നല്ല പരീക്ഷകൾ പാസ്സാകുക, ഏറ്റവും സമൂഹത്തിൽ ആദരിക്കുകയും സമൂഹത്തിൽ നല്ല കാശ് കിട്ടുകയും ചെയ്യുന്ന ജോലികളിൽ എത്തിപ്പെടാൻ ആവശ്യമായ സ്കില്ലുകളൊക്കെ ഉണ്ടായി അങ്ങനെ പോവുക. ഇതാണ് ആളുകളെ വ്യക്തിപരമായി വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷെ ഒരു ആധുനിക സമൂഹത്തിൽ വളർന്ന പൗരർ എന്ന നിലയിൽ നമുക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ എല്ലാം മനസ്സിൽ എന്തായിരിക്കും വരിക എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. നമുക്കെല്ലാം അറിയാം, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു വളർന്നു വരുന്ന കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും മിടുക്കിയോ മിടുക്കനോ എന്നുവെച്ചാൽ ആ കുട്ടിയിൽ അന്തർലീനമായ എല്ലാ കഴിവുകളെയും, വ്യക്തിത്വത്തിൻ്റെ സമഗ്രമായ വികാസം ഉറപ്പുവരുത്തുക എന്ന് മാത്രവുമല്ല, ഒരു രാജ്യത്ത് ജീവിക്കാൻ ആവശ്യമായ മൂല്യങ്ങൾ, സാമൂഹിക മൂല്യങ്ങൾ അവളിൽ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഒരു കുട്ടി സാമൂഹിക മൂല്യങ്ങൾ മാത്രമല്ല, വ്യക്തിപരമായി എല്ലാത്തരം സ്കില്ലുകളും, സാധാരണ പിന്നെ നേടേണ്ട കഴിവുകളൊക്കെ നേടുക. അപ്പം ഇങ്ങനെ പലതരം കാര്യങ്ങളാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന് നമ്മുടെ എല്ലാം മനസ്സിൽ ഉണ്ട്. നമ്മൾ ചോദിച്ചാൽ അതാണ് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം. ഒരു കുട്ടിയെ സംബന്ധിച്ച് വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവന് ഏറ്റവും നല്ല ജോലി കിട്ടുന്ന ഒരു ഇതിലേക്ക് കൊണ്ടുവരികയല്ല, മറിച്ച്
അവനെ അല്ലെങ്കിൽ അവളെ ഏറ്റവും കുട്ടിയിലുള്ള എല്ലാ കഴിവുകളെയും സമഗ്രമായി വികസിപ്പിക്കുക. ആ കുട്ടിയെ നമ്മുടെ ഒരു ആധുനിക സമൂഹത്തിൽ നമ്മൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന മൂല്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരാളായി മാറ്റുക. കൂട്ടായി ജീവിക്കുന്നതിനാവശ്യമായ ഒരു കരുത്തും കഴിവും അതിന് ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ നമ്മളെയൊക്കെ നമ്മൾ വെച്ചാൽ ഇന്ന് മുതിർന്ന ആളുകൾ സ്കൂളിൽ പഠിച്ച കാലം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ആ പുസ്തകങ്ങളുടെ മണം, അധ്യാപകർ വന്ന് ക്ലാസ് എടുക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പരീക്ഷ എഴുതുന്നത്? ഇന്നത്തെ പരീക്ഷയിൽ നിന്ന് കുറേ വ്യത്യാസമുണ്ടെന്ന് നമുക്കറിയാം. കാണാതെ പഠിച്ചിട്ടായിരിക്കും പലപ്പോഴും ഉത്തരങ്ങൾ എഴുതുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണ് പഠിച്ചു വന്നത്, അക്കാലത്ത് അധ്യാപകർ എങ്ങനെ പഠിപ്പിക്കുന്നു, അക്കാലത്ത് വിദ്യാഭ്യാസം എങ്ങനെയായിരുന്നു എന്ന് ആലോചിച്ചിട്ട് ഇന്നത്തെ കുട്ടികൾ എങ്ങനെയാണ് വിദ്യാഭ്യാസം ചെയ്യുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പണ്ടത്തെ കാലത്ത് വിദ്യാഭ്യാസം നല്ലതായിരുന്നു എന്ന് ചോദിച്ചാൽ നല്ലതായിരുന്നു എന്ന് പറയാൻ പറ്റൂല. കാരണം 100 കുട്ടികൾ സമൂഹത്തിലുണ്ടെങ്കിൽ അതിൽ 10-30 കുട്ടികളെ വിദ്യാഭ്യാസത്തിന് പോയിരുന്നുള്ളൂ. ബാക്കി 70 പുറത്തായിരുന്നു. ഇനി പോകുന്നവർ തന്നെ 10ാം ക്ലാസ് വരെ എത്തുന്നില്ലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുന്നു, എല്ലാ കുട്ടികളും 10ാം ക്ലാസ് വരെ ഏതാണ്ട് എത്തുന്നു. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കേരളമെങ്കിലും 100% ആയി കഴിഞ്ഞു. എന്നാൽ കുട്ടികളെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരത്തിൻ്റെ കാര്യത്തിൽ എത്തിയോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, എത്തിയിട്ടില്ല. എന്നാൽ വളരെ മുന്നിലാണ്, കുറേയേറെ കാര്യങ്ങൾ മുന്നിലാണ് എന്നതാണ്. പക്ഷെ പണ്ട് ആയാലും വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ബെർണാഡ് ഷാ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു വാചകമുണ്ട്. അതിങ്ങനെയാണ്: സ്കൂളിൽ പോയത് കൊണ്ട് എനിക്ക് ചെറുപ്പത്തിലെ വിദ്യാഭ്യാസവുമായി ബന്ധം ഏർപ്പെടുത്തേണ്ടി വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ ഒരു നിരർത്ഥകതയെ തമാശ മട്ടിൽ അദ്ദേഹം പറഞ്ഞതാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പം പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും എന്ന് പറയുന്ന ഇടശ്ശേരിയുടെ ഒരു കവിതയുണ്ട്. ഒരു മുത്തച്ഛൻ 1ാം ക്ലാസ്സിലേക്ക് പോകാൻ ആദ്യമായി, അന്ന് ഈ LKG ഒന്നും ഇല്ലല്ലോ, 1ാം ക്ലാസ്സിലേക്ക് പോകാൻ പോകുന്ന ഒരു കുട്ടി. ആ കുട്ടി പോകാൻ സമയത്ത് മുത്തച്ഛൻ കുട്ടിയോട് പറയുന്നതാണ് കവിത. പലരും വായിച്ചിട്ടുണ്ടാവും. പൂഴിമുറ്റത്തതാ പൂക്കൾ തൂകി പൂമ്പാറ്റകൾക്ക് കുടീരമായി കാണുമലരിതൻ ചില്ലയിന്മേൽ കാഞ്ചന വെയിലും നുണഞ്ഞിറക്കി നിന്നെയും കാത്തു പതിവ് പോലെ വന്നിരിപ്പുണ്ട് ഇളങ്കിളികൾ. ഈ വീട്ടിൻ്റെ ചുറ്റും തൊടിയിലും ഒക്കെ ആയിട്ട് പൂമ്പാറ്റകളും പൂക്കളും കിളികളും ഒക്കെ നിന്നെ കാത്ത് ഇതാ പതിവ് പോലെ വന്നിരിപ്പുണ്ട്. നീ രാവിലെ പോകാൻ പോവുകയാണ്. ശ്രേഷ്ഠർ അവരോട് യാത്ര ചൊല്ലൂ, പേച്ചറിയുന്നവർ നിങ്ങൾ തമ്മിൽ. നിന്റെ വളരെ ഇഷ്ടക്കാരായ അവരോട് നീ പോയി യാത്ര പറഞ്ഞിട്ട് സ്കൂളിൽ പോകും. പേച്ചറിയുന്നവർ നിങ്ങൾ തമ്മിൽ. നിങ്ങൾക്ക് പരസ്പരം നിങ്ങളുടെ ഭാഷ അറിയാം. നിനക്ക് കിളിയുടെ ഭാഷ അറിയാം, പൂക്കളുടെ ഭാഷ അറിയാം, മനസ്സിലാകും. നീ പോയി പഠിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ അന്യോന്യം മറന്നിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. നീ പോയി പഠിച്ചു വരുമ്പോൾ, പള്ളിക്കൂടത്തിൽ പോയിട്ട് പഠിത്തമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നീ കിളികളുടെ ഭാഷ മറന്നു പോകും, നീ പൂക്കളുടെ ഭാഷ മറന്നു പോകും, കിളികളെയും പൂക്കളെയും നീ മറന്നു പോകും. പോയി നാം ഇത്തിരി വ്യാകരണം വായിലാക്കി വരുന്ന നേരം നാവിൽ നിന്ന് അപ്പോഴേ പോയി മറഞ്ഞു നാനാ ജഗന്മനോ രമ്യ ഭാഷ എന്നാണ് ഇടശ്ശേരി പറയുന്നത്. പോയി നമ്മൾ പള്ളിക്കൂടത്തിൽ പോയി വ്യാകരണവും മറ്റു കാര്യങ്ങളും ഒക്കെ ഞാനൊരു മീറ്റിങ്ങിലാണ്, തിരിച്ചു വിളിക്കാം. തിരിച്ചു ഓക്കെ. പോയി നാം ഇത്തിരി വ്യാകരണം വായിലാക്കി വരുന്ന നേരം നാവിൽ നിന്ന് അപ്പോഴേ പോയി മറഞ്ഞു നാനാ ജഗന്മനോ രമ്യ ഭാഷ. നമ്മൾ പോയി ഇതൊക്കെ പഠിച്ചു വരുമ്പോൾ വിദ്യാഭ്യാസം നമ്മുടെ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നു, ചുറ്റുപാടുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നു. വാസ്തവത്തിൽ ഈ ഒരു വിച്ഛേദം
വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കുഴപ്പമാണ് എന്നതാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിന് അങ്ങനെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടെന്നുള്ള വിമർശനം മുമ്പേ ഉണ്ട്. അതുകൊണ്ട് പഴയ പോലെ കാണാപ്പാഠം പഠിക്കലല്ല, അല്ലെങ്കിൽ അധ്യാപിക പറഞ്ഞു തരുന്ന അതേപോലെ പഠിപ്പിക്കലല്ല. പണ്ട് ശ്രീ എം കൃഷ്ണൻ നായർ, സാഹിത്യവാരബലം, അദ്ദേഹം ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം 3ാം ക്ലാസ്സിലോ മറ്റു പഠിക്കുന്ന സമയത്ത് ഒരു പാഠത്തിൽ ഒരു പശുക്കുട്ടിയുടെയും ചിത്രമുണ്ട്. എന്നിട്ട് ഇതൊരു പശുവിൻ്റെയും കിടാവിൻ്റെയും ചിത്രത്തിൽ ഒരു പശുവിനെയും കിടാവിനെയും കാണാം എന്നാണ് അടിക്കുറിപ്പ്. അപ്പം ഇദ്ദേഹം എഴുന്നേറ്റ് ചോദിച്ചു, സാറേ, ചിത്രത്തിൽ പശുവും കിടാവും ഇല്ലല്ലോ, അതൊരു പശുവും കിടാവിൻ്റെ ചിത്രം മാത്രമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ കൃഷ്ണൻ നായർ സാർ പറയുന്നത്, അധ്യാപകൻ ചെവിക്ക് പിടിച്ച് നല്ലൊരു കിഴുക്ക് കൊടുത്തിട്ട് പറഞ്ഞു വരുന്നത് പഠിക്കടാ, ഇത്ര കൊച്ചിലെ സംശയം ചോദിക്കാനൊന്നും വരണ്ട എന്നാണ്. അതായത് അധ്യാപകൻ സർവജ്ഞനാണ്, അധ്യാപകൻ പറയുന്നത് അതേപടി മനസ്സിലാക്കിക്കൊള്ളണം, അങ്ങനെ ചോദ്യം ചോദിക്കലൊന്നും പാടില്ല എന്നുള്ളത്. ഇങ്ങനത്തെ ഒരു തരം വിദ്യാഭ്യാസമായിരുന്നു ഒരുപക്ഷെ പണ്ട്. അതുപോലെ തന്നെ ഇപ്പം കാണാപ്പാഠം പഠിക്കുന്ന വിദ്യാഭ്യാസമായിരുന്നു. ചോദ്യങ്ങളും അങ്ങനെ ആയിരുന്നല്ലോ. ഒരു കാര്യം പഠിക്കുക, എന്നിട്ട് അതേപടി എഴുതി വയ്ക്കുക, അതിനകത്ത് പേപ്പറിൽ എഴുതി വയ്ക്കുക. പഠിച്ചത് തന്നെ എഴുതാൻ പാടുള്ളൂ, അല്ലെങ്കിൽ തെറ്റിപ്പോവും, അല്ലെങ്കിൽ ഉത്തരം തെറ്റാണ്. ഈ ഇടക്കാലത്തൊരു തമാശ പറയും, ഡാഷിൽ ഇരുമ്പുണ്ട് എന്ന് ചോദ്യം ചോദിച്ചു. അപ്പോൾ കുട്ടി എഴുതി വെച്ചു, കത്തിയിൽ ഇരുമ്പുണ്ട്. ശരിയാണല്ലോ, കത്തിയിൽ ഇരുമ്പുണ്ട്. പക്ഷേ ടീച്ചർ മാർക്ക് കൊടുത്തില്ല. കാരണം ഉത്തരം ശീലയിൽ ഇരുമ്പുണ്ടെന്നാണ്. കാരണം പാഠ്യപദ്ധതി സ്കൂളിലെ പാഠത്തിൽ പഠിപ്പിക്കുന്നത് ചീരയിൽ ഇരുമ്പുണ്ടെന്നാണ്. അപ്പോൾ അത് മാത്രമേ പറയാവൂ. അതിനപ്പുറത്തേക്ക് കുട്ടിയുടെ യുക്തി ഉപയോഗിച്ച് പറഞ്ഞാൽ തെറ്റാണ് എന്നതാണ്. അല്ലെങ്കിൽ പൂരിപ്പിക്കുന്നു, വനവാസത്തിന് പോയ സീത ഡാഷിണിയായി. അപ്പോൾ കുട്ടി പൂരിപ്പിക്കണം ഗർഭി എന്നായാൽ ഇതായി എന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ റോട്ട് മെമ്മറൈസേഷനാണ്, വെറും കാണാപ്പാഠം പഠിക്കലാണ് വിദ്യാഭ്യാസം എന്ന നിലയിലുള്ള വിദ്യാഭ്യാസമായിരുന്നു നമുക്കെന്നറിയാം. അപ്പം ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉള്ളതാണ് വിദ്യാഭ്യാസം. പക്ഷെ ആധുനിക കുറച്ചുകൂടെ കാലം വന്നപ്പോൾ പഴയ ഈ ബിഹേവിയറൽ തിയറി, അതിൻ്റെയൊക്കെ ഞാൻ വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ ഇവിടെ പ്രഗത്ഭരായ ആളുകൾ ഇരിപ്പുണ്ട്, ഞാൻ പറയുന്നില്ല. അതൊക്കെ മാറിയിട്ട് പഠനം കുറച്ചും കൂടി സർഗാത്മകമാകുന്ന, ശിശു കേന്ദ്രീകൃതമാകുന്ന, പ്രവർത്തനാധിഷ്ഠിതമാകുന്ന അങ്ങനെ ഒരു പാഠ്യപദ്ധതിയുടെ കുറേ അംശങ്ങൾ നമ്മുടെ ഇന്നത്തെ കേരളത്തിലെ പാഠ്യപദ്ധതിയിലുണ്ടല്ലോ. പൂർണ്ണമായി അങ്ങനെ മാറി എന്നൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും അത് DPP എന്നൊക്കെ കളിയാക്കിയെങ്കിൽ പോലും കേരളത്തിൽ അത് പിന്നീട് വന്നു. അങ്ങനെ ഒരു പുതിയ പാഠ്യപദ്ധതിയുടെ സമീപനങ്ങൾ, അതിൽ കൂടുതലും പ്രവർത്തനാധിഷ്ഠിതവും ശിശു കേന്ദ്രീകൃതവുമായ സംഗതികൾ. കുട്ടി സ്വയം പഠിക്കുകയാണ്, അറിവ് സ്വയം നിർമ്മിക്കുകയാണ് എന്നതാണ്. അപ്പം അതിൽ ഇപ്പോൾ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് പറയുന്ന ചില കാര്യങ്ങൾ ഒന്നും ഇപ്പം മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. ഒരു കുട്ടിയെ സംബന്ധിച്ച് എഴുത്തും വായനയും പഠിക്കൽ മാത്രമല്ല, അവനെ സംബന്ധിച്ച് ഏതാണ്ട് 9ഓളം കഴിവുകൾ, പലതരത്തിലുള്ള ചിത്രം വരയ്ക്കാനുള്ള കഴിവുണ്ടാവും, നിരീക്ഷണത്തിനുള്ള കഴിവുണ്ടാകും, പലതരം കഴിവുകളുണ്ട്. ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് കുട്ടിയിൽ ഉണ്ടാക്കുകയാണ് വിദ്യാഭ്യാസം. എല്ലാ കുട്ടിയിലും മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ പല ഘടകങ്ങളുണ്ട്. ചില കുട്ടികൾ ഈ 9ൽ ചിലതിലായിരിക്കും മിടുക്കര്. ഏതിലാണോ ആ കുട്ടിയുടെ കഴിവുള്ളത് അതിനെ പോഷിപ്പിക്കുക, അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന് ഇപ്പോൾ ഗാർഡനർ പോലുള്ള സൈദ്ധാന്തികർ പറയുന്നുണ്ട്. അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം കുട്ടിയിൽ ക്രിട്ടിക്കൽ തിങ്കിങ്, വിമർശനാത്മകമായ അവബോധം ഉണ്ടാക്കുക എന്നതാണ്. ഇപ്പോൾ പൗലോ ഫ്രൈറെ പോലെയുള്ള പെഡഗോഗി ഓഫ് ദ ഒപ്രസ്ഡൊക്കെ എഴുതിയ ആളുകൾ, ചിന്തകന്മാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്, വിദ്യാഭ്യാസം കഴിയുന്നതിലൂടെ വരുന്ന കുട്ടി ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്, വിമർശനാത്മകമായ ഒരു അവബോധത്തിൽ, അതായത് സ്വന്തം സമൂഹത്തെയും കാര്യത്തെയും വിമർശിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ വിമർശനാത്മകമായി ഉൾക്കൊള്ളാനോ കുട്ടിക്ക് കഴിയണം. അതിന് വളരെ കൃത്യമായ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് വിദ്യാഭ്യാസത്തിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിലൂടെ ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്നത് 3ആയി വേണമെങ്കിൽ തരംതിരിക്കാം. ഒന്നാമത്തത് ഇൻഫർമേഷനാണ്, വിവരമാണ്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറഞ്ഞാൽ ഒരു വിവരമാണ്. അത് കുട്ടിയെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. കുട്ടി അത് കാണാതെ പഠിക്കുകയോ ഉൾക്കൊള്ളുകയോ ഒക്കെ ചെയ്തിട്ട് പിന്നീട് ചോദിക്കുമ്പോൾ പറയും 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അങ്ങനെ 10,000-കണക്കിന് വിവരങ്ങൾ ഒന്നിച്ച് അറിയുന്ന ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ചില ആളുകൾ വളരെ മിടുക്കർ ആണ്, അവരെന്ത് ചോദിച്ചാലും അതിന് ഉത്തരം പറയും. വിവരങ്ങളാണ്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അങ്ങനെ പറഞ്ഞിട്ട് എന്നതാണ്.
എന്നാൽ രണ്ടാമത്തേത് അങ്ങനെയല്ല, ഇന്റർപ്രിട്ടേഷൻ. ഇൻഫർമേഷൻ മാത്രമല്ല, ഇന്റർപ്രിട്ടേഷൻ, വ്യാഖ്യാനം എന്നതാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറഞ്ഞാൽ പോരാ, എന്തുകൊണ്ട് കിട്ടി, എങ്ങനെ കിട്ടി, ബ്രിട്ടീഷുകാരൻ ഇട്ടിച്ചു പോയതാണോ, അത് നമ്മൾ സമരം ചെയ്തു നേടിയതാണോ, അങ്ങനെ സമരം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു വന്നു, അതിനാരൊക്കെ നേതൃത്വം കൊടുത്തു, ആ നേതൃത്വത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി കൂടുതൽ വിശകലനാത്മകമായ വിവരങ്ങളിലൂടെ അത് ബോധ്യമാകുമ്പോഴാണ് അത് ആ ഒരു വസ്തുതയെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് കുട്ടിക്ക് ബോധ്യമാകുന്നത്. അതിൻ്റെ മൂന്നാമത്തെ തലമാണ് ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ ക്രിട്ടിക് എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ, ഇന്റർപ്രിട്ടേഷൻ, ക്രിട്ടിക്. ഈ ക്രിട്ടിക് എന്ന് പറയുമ്പം വിമർശാവബോധമാണ്. 1947 കിട്ടിയത് നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യമാണോ, ആ സ്വാതന്ത്ര്യത്തിലൂടെ ഇപ്പോൾ നമുക്ക് പൂർണ്ണമായ ഒരു അർത്ഥത്തിലേക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ, ഇനിയും നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ ഒരു കുട്ടിയിലേക്ക് കഴിവുണ്ടാക്കലാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അങ്ങനെ പറയുന്നത്. ഇപ്പോൾ 1949 ജനുവരി 26-ന് നവംബർ 26-ന് ഭരണഘടന ഒപ്പുവയ്ക്കപ്പെട്ടു. അതിൻ്റെ തൊട്ട് തലേ ദിവസം അംബേദ്കർ ഭരണഘടനാ അസംബ്ലി നടത്തിയൊരു പ്രസംഗത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു: നാളെ മുതൽ നാം ഒരു പുതിയ വ്യവസ്ഥയിലേക്ക് പ്രവേശിക്കുകയാണ്. എന്താണ് വ്യവസ്ഥ? എല്ലാവർക്കും ഒരു വോട്ട്, എല്ലാ വോട്ടിനും ഒരേ മൂല്യം. നല്ലതാണ്. പക്ഷെ അവിടെയല്ല നാം എത്തേണ്ടത് എവിടെയാണ്? എല്ലാവർക്കും ഒരു വോട്ട്, എല്ലാവർക്കും ഒരേ മൂല്യം. ആ അവസ്ഥയിലേക്ക് പരിണമിച്ചെത്താൻ നമ്മുടെ ഭരണഘടനയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഈ ഭരണഘടനയ്ക്ക് അധികകാലമൊന്നും സാർത്ഥകമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഇത്തരം പ്രശ്നങ്ങൾ, രാഷ്ട്രം നേരിടുന്ന അസമത്വത്തിന്റെ പ്രശ്നങ്ങൾ, എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കാൻ കുട്ടിക്ക് കഴിയുമ്പോഴാണ് കുട്ടി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ക്രിട്ടിക്കലായി പഠിക്കുന്നത്, ക്രിട്ടിക് എന്ന നിലയിലേക്ക് പഠിക്കുന്നത്. അപ്പൊ കുട്ടിയിൽ വെറും വിവരം കൊടുക്കാം, നിങ്ങൾക്ക് ഇന്റർപ്രിട്ടേഷൻ കൊടുക്കാം, ക്രിട്ടിക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത് എന്താണ്? യുണൈറ്റഡ് നാഷൻസ് അതെങ്ങനെ ഉണ്ടായി, അതിൻ്റെ സവിശേഷതകൾ എന്ത് എന്ന് ചോദിച്ചാൽ കാണാതെ അടിച്ചെഴുതുന്ന ഒരു വിവരം കുട്ടിക്ക് കൊടുക്കാം. എന്നാൽ ഐക്യരാഷ്ട്ര സംഘടന ഉണ്ടായി വന്ന സാഹചര്യം എന്തുകൊണ്ട് ലീഗ് ഓഫ് നേഷൻസിനെ പിരിച്ചുവിട്ടിട്ട് ഐക്യരാഷ്ട്ര സംഘടന ഉണ്ടായി? അതുണ്ടായ ആ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ലോക സമാധാനത്തിൽ ഇടപെടാൻ കഴിയുമോ? ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി വിശകലനാത്മകമായി കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ഇന്റർപ്രിറ്റേറ്റീവ് നോളജായി. ഇനി അവിടെ അപ്പുറത്തേക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടോ? എൻ്റെ മകൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ 10ാം ക്ലാസ്സിൽ വന്നൊരു ചോദ്യം ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ്. അന്ന് ഇറാഖിനെ അമേരിക്ക ആക്രമിച്ച സമയമാണ്. അന്നത്തെ ചോദ്യം, ഇറാഖിനെ അമേരിക്ക ആക്രമിച്ചതിൻ്റെ ഈ പശ്ചാത്തലത്തിൽ യുണൈറ്റഡ് നാഷൻസിന്റെ പ്രസക്തിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എഴുതുക. ഇതാണ് ചോദ്യം. അങ്ങനെ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതണമെങ്കിൽ കുട്ടിക്ക് കാണാതെ പഠിച്ചാൽ പോരാ. യുദ്ധം അറിയണം, ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രസക്തി അറിയണം, എന്തുകൊണ്ട് അതിൽ ഇടപെട്ടില്ല എന്നറിയണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് വിമർശനാത്മകമായി കുട്ടിക്ക് ചിന്തിക്കാൻ കഴിയണം. അപ്പം ഞാൻ പറഞ്ഞത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇങ്ങനെ സമഗ്രമായി കുട്ടികളെ വാർത്തെടുക്കുന്ന പ്രക്രിയയാണ് എന്നതാണ്, അല്ലാതെ കാണാതെ പഠിക്കലല്ല. പണ്ട് SLCക്ക് റാങ്ക് ഉണ്ടായിരുന്ന കാലത്ത് ഒരു കുട്ടി പറഞ്ഞ വാചകം ഞാനിപ്പോഴും ഓർക്കുകയാണ്. റാങ്ക് കഴിഞ്ഞിട്ട് നല്ല സ്റ്റേറ്റിൽ 2-3 റാങ്ക് കിട്ടിയ ഒരു കുട്ടിയാണ്. കുട്ടി പറഞ്ഞത്, എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി, അല്ലെങ്കിൽ ടോപ്പ് റാങ്ക് കിട്ടി, പക്ഷെ ഞാനിപ്പോൾ ഒഴിഞ്ഞ പുട്ടുകുത്തി പോലെയാണ്, കാരണം പഠിച്ചതെല്ലാം മറന്നുപോയി എന്നാണ് കുട്ടി പറയുന്നത്. അപ്പോൾ അങ്ങനെ കാണാപ്പാടം പഠിച്ച് റാങ്ക് കിട്ടാവുന്ന ഒരു കാലം അല്ല, അതല്ല യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന നിലയിലാണ്. ചുരുക്കം പറഞ്ഞാൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു സ്വകാര്യ പ്രക്രിയയാണോ, ഒരു സാമൂഹിക പ്രക്രിയയാണോ എന്ന് ചോദിച്ചാൽ വ്യക്തമായി പറയും, ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം ഒരു സാമൂഹിക പ്രക്രിയയാണ്. ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുട്ടിയുടെ കാര്യമെന്നായിരിക്കാം, പക്ഷെ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള മുഴുവൻ കുട്ടികളെയും കൃത്യമായ തൊഴിൽ മേഖലകളിലേക്ക് എത്തിക്കാൻ, അവിടെയുള്ള മുഴുവൻ കുട്ടികളെയും യഥാർത്ഥ പൗരകളായി വളർത്തിയെടുക്കാൻ, അങ്ങനെ പലതരം ലക്ഷ്യങ്ങളുണ്ട്. അതെല്ലാം ആ ലക്ഷ്യങ്ങളിലൂടെ സംഘടിപ്പിക്കപ്പെടുന്ന ഒരു സൊസൈറ്റൽ ആക്ഷനാണ്, ഒരു സാമൂഹിക പ്രവർത്തനമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ നമ്മുടെ വിദ്യാഭ്യാസ NEP പറ്റി സൂചിപ്പിക്കാൻ പോകുന്നത്.
നേരത്തെ പറഞ്ഞ പോലെ വ്യക്തിത്വ വികസനം വിദ്യാഭ്യാസം ലക്ഷ്യമാണ്, സാമൂഹിക പ്രതിബദ്ധത ലക്ഷ്യമാണ്, സദാചാര ബോധം, സദാചാരം എന്ന് പറഞ്ഞാൽ സോക്കോൾഡ് സദാചാരമല്ല, ഒരു ആധുനിക സമൂഹത്തിൽ ജീവിക്കാൻ ആവശ്യമായ മൂല്യങ്ങൾ എന്ന അർത്ഥത്തിലാണ്. വ്യക്തികൾക്ക് സ്വയം പര്യാപ്തമായി ജീവിക്കാൻ കഴിയുക എന്നത്, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ഉള്ള ഒരു സംഗതിയാണ് നമ്മൾ വിദ്യാഭ്യാസം എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രാംഷി പറഞ്ഞ മനോഭാവമാണ് സമൂഹത്തിൽ, പൊതുമനോഭാവങ്ങളാണ് സമൂഹത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് എന്നതും മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് PM ശ്രീയുടെയിലേക്ക് വരാം. അതിനു മുമ്പ് രണ്ട് പ്രസക്തമായ കമ്മീഷനുകൾ കുറിച്ചുകൂടി ഒരുപക്ഷെ ഇവിടെ പറയുമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം വിദ്യാഭ്യാസം ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന് ആധുനികമായി അതിനെ ഒന്ന് സുസംഘടിതമാക്കിയത് മെക്കാള മിനിറ്റ്സ് എന്ന് പറയുന്ന 1835 മെക്കാളയുടെ ഇതാണ്. പക്ഷെ ആ മെക്കാളയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ രൂപത്തിൽ ഇന്ത്യക്കാരും മനോഭാവത്തിൽ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള സായിപ്പന്മാരുമായിട്ടുള്ള അങ്ങനത്തെ ആളുകളെ, പാശ്ചാത്യ ഇംഗ്ലീഷിന് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുക, പാശ്ചാത്യ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, ഇന്ത്യയിലെ സംഗതികളെയൊക്കെ അതിന് സൈഡ് ലൈൻ ചെയ്യുക, എന്നിട്ട് ബ്രിട്ടീഷ് ഇന്ത്യക്ക് ആവശ്യമായ അവരുടെ ദാസന്മാരായി ഉള്ള മനോഭാവമുള്ള ആളുകളെ പിന്നെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത്. എൻ്റെ വീടിനടുത്ത് പിന്നെ എന്താണ് ആസാമിലെ പെട്രോൾ പമ്പിൽ ബ്രിട്ടീഷുകാരുടെ ജോലി ചെയ്ത ഒരാളുണ്ടായിരുന്നു. അതിലെപ്പോഴും ബ്രിട്ടീഷുകാരെ പറ്റി പറയുമ്പോൾ 100 നാവാണ്. കാരണം അവരാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ പറയുന്ന അങ്ങനത്തെ ആളുകളെ സൃഷ്ടിക്കലായിരുന്നു അന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പിന്നെ എന്താണ് മെക്കാളയുടെ ഒരു വിദ്യാഭ്യാസം എത്രയോ കാലം നമ്മുടെ ഇന്ത്യയിൽ നിന്നു നമുക്കറിയാം. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വിദ്യാഭ്യാസം പരിഷ്കരിക്കാൻ കുറച്ചുകൂടി ശ്രമങ്ങളുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ 1966 കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്ന പ്രശസ്തമായ റിപ്പോർട്ട് വരുന്നത്. ആ റിപ്പോർട്ടിലാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു സ്ട്രക്ചറലായിട്ടുള്ള ഒരു ഇതാണ് ഉണ്ടാക്കിയത്. അതായത് 10 വർഷത്തെ സ്കൂൾ വിദ്യാഭ്യാസം, പ്രീ യൂണിവേഴ്സിറ്റി 2 വർഷം, ഡിഗ്രി വിദ്യാഭ്യാസം 3 വർഷം, അങ്ങനെ 10+2+3 എന്ന് പറയുന്ന ആ ഒരു സംഗതി. പിന്നെ അത് കഴിഞ്ഞ് PG2 എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് പോയത് ഈ കോത്താരി കമ്മീഷനാണ്. മാത്രമല്ല കോത്താരി കമ്മീഷൻ ഒരു കാര്യം കൂടി പറഞ്ഞു, വിദ്യാഭ്യാസത്തിന് പ്രാദേശികമായ ഒരു പിന്നെ വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് കോത്താരി കമ്മീഷനെ പറ്റി ഇവിടെ സൂചിപ്പിച്ചു, രാഷ്ട്രത്തിൻ്റെ ഭാവി രൂപം കൊള്ളുന്നത് വിദ്യാലയങ്ങളിലാണ് എന്ന രൂപത്തിലാണ് തുടങ്ങുന്നത്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് ഓരോ പ്രദേശത്തെയും പ്രാദേശിക സവിശേഷതകൾ നമ്മൾ എടുക്കണം. അയൽപ്പക്ക സ്കൂൾ പിന്നെ വേണമെങ്കിൽ അതിനകത്ത് അങ്ങനെയുള്ള ഒരു ഇതൊക്കെ ഉണ്ടാകണം. എല്ലാവരും ഒന്നിച്ചിരുന്ന് പഠിക്കണം. ഇപ്പോൾ എല്ലാ വിഭാഗക്കാരും ഒന്നിച്ചിരുന്ന് സമൂഹത്തിൽ പഠിക്കണം. അങ്ങനെ ഇടകലരുന്നോടുള്ള ഒരു സാംസ്കാരികമായ ഒരു കൂട്ടിക്കൊടുക്കലുണ്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടുചേരലുണ്ട്. അത് സമൂഹത്തെ മുന്നോട്ട് നയിക്കും എന്നുള്ള കാര്യം. അതുപോലെ കോത്താരി കമ്മീഷൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മുടെ ദേശീയ വരുമാനത്തിൻ്റെ 6% വിദ്യാഭ്യാസത്തിന് ചെലവാക്കണമെന്നാണ്. ഇപ്പോഴും 2% താഴെയൊക്കെ ഉള്ളൂ. 6% വരെ വിദ്യാഭ്യാസത്തിന് ചെലവാക്കണമെന്നാണ് കോത്താരി കമ്മീഷൻ അന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ ഈ കോത്താരി കമ്മീഷന് ശേഷമാണ് കുറച്ചുകൂടെ സംഘടിതമായ ഒരു വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ വന്നത് എന്നതാണ്. അത് കഴിയുമ്പോൾ ഒരു 1986 പിന്നെ അതുവരെ കോത്താരി കമ്മീഷൻ്റെ പിന്നെ അടിസ്ഥാനത്തിൽ വന്നിരുന്ന വിദ്യാഭ്യാസത്തെ കോത്താരി കമ്മീഷൻ പ്രാദേശിക ഭാഷകളെ നല്ലവണ്ണം പിന്നെ മുന്നോട്ട് നയിക്കാൻ പിന്നെ ഉള്ള ഇത് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ത്രിഭാഷ ഫോർമുല പിന്നെ ഇന്ത്യയിൽ മുഴുവൻ വേണമെന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ വലിയ എതിർപ്പൊക്കെ ഉണ്ടായെങ്കിലും പല സ്ഥലത്തും, ഇപ്പോൾ പഞ്ചാബിൽ കുട്ടികളെ തമിഴ് പഠിപ്പിക്കാൻ ശ്രമിച്ചു, ഹരിയാനയിൽ മറ്റോ ആണെന്ന് തോന്നുന്നു, വേറെ ഏതോ ചില ഭാഷകൾ. പക്ഷേ അവിടെ ഒന്നും പഠിക്കാൻ കുട്ടികളില്ലാത്തതുകൊണ്ട് പിന്നെ അതൊക്കെ അങ്ങ് ഉപേക്ഷിച്ചു എന്നതാണ് വസ്തുത. അപ്പം ഞാൻ പറയുന്നത് ത്രിഭാഷ ഫോർമുല എന്ന രൂപത്തിൽ ചില കാര്യങ്ങൾ വന്നു. അത് കഴിഞ്ഞാണ് 1986 പിന്നെ നമ്മുടെ രാജീവ് ഗാന്ധിയുടെ കാലത്ത് ദേശീയ വിദ്യാഭ്യാസ നയം NEP എന്ന് പറയുന്ന 1986 വിദ്യാഭ്യാസ നയം വന്നത്. അപ്പം അത് ഈ 10+2+3 എന്നുള്ളതിനെ ഉടച്ചു വാർത്തില്ല. എന്നാലും ഈ 2+2 എന്ന് പറയുന്നത് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ തന്നെ ഭാഗമാകണമെന്ന രൂപത്തിൽ കൂടുതൽ കാഴ്ചപ്പാടുകൾ വന്നു. അതുവരെ പ്രീ യൂണിവേഴ്സിറ്റി ആയിരുന്നുവെങ്കിൽ. അതുപോലെ അന്നാണ് ഈ നവോദയ വിദ്യാലയങ്ങൾ വരുന്നത്.
ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന വലിയൊരു പരിപാടി വരുന്നത്. അതായത് ഒരു സ്കൂളിൽ മിനിമം 2 അധ്യാപകരെങ്കിലും വേണം, അവിടെ എല്ലാ ക്ലാസ് റൂമിലും ബ്ലാക്ക് ബോർഡ് വേണം, എല്ലാ ക്ലാസ് റൂമിലും അടിസ്ഥാന സൗകര്യങ്ങൾ വേണം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചേർത്തുകൊണ്ടാണ് ഇത് വന്നത്. ഇവിടെ കോത്താരി കമ്മീഷനിൽ നിന്നും ചെറിയൊരു വ്യത്യാസം ഈ രാജീവ് ഗാന്ധിയുടെ വിദ്യാഭ്യാസ നയത്തിൽ വരുമ്പോൾ പ്രധാനമായും വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യയിലെ പിന്നെ ഈ പറയുന്ന മുതലാളി വർഗത്തിന് അല്ലെങ്കിൽ വ്യവസായവൽകൃതമായ ഒരു ഇന്ത്യക്ക് ആവശ്യമായ തൊഴിൽ സേന ഉണ്ടാകണം. അതുകൊണ്ട് ഈ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. അതുപോലെ തന്നെ തൊഴിൽ സേനയ്ക്ക് നല്ല ഇത് വരണം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് കൂടുതലായി വന്നത്. കൂടുതൽ ഇതിലേക്ക് പോയി എന്നർത്ഥം. അത് കുറച്ചുകൂടെ ഒന്ന് ഉറപ്പിച്ചത് 92-ല്. നമുക്കറിയാം 91-92 കാലം ഇന്ത്യയിൽ പുതിയ സാമ്പത്തിക നയം, ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ആഗോളവൽക്കരണവും ഒക്കെ തന്നെ രൂപം കൊടുത്ത് തുടങ്ങിയ സമയമാണ്. ആ സമയത്ത് അതിനനുസരിച്ച് വിദ്യാഭ്യാസം ഉടച്ചു വാർക്കാൻ വേണ്ടി NEP 86-ലെ വിദ്യാഭ്യാസ നയത്തിനെ കുറച്ചുകൂടെ ഒന്ന് പുതുക്കി പണിതു എന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം ചേർന്നുകൊണ്ടാണ് അതിൽ ആ സമയത്താണ് നവോദയ വിദ്യാലയങ്ങൾ, ഒരു ജില്ലയിൽ ഒരു സ്കൂള് വളരെ എല്ലാ സൗകര്യങ്ങളുള്ള സ്കൂളാകണം എന്നതാണ്. ഇന്നത്തെ നവോദയ വിദ്യാലയങ്ങളുടെ അവസ്ഥ നമുക്കറിയാം. കുട്ടികൾക്ക് ഒരു സൗകര്യവും ഇല്ലാത്ത ജില്ലയിൽ ഇപ്പോഴും അതിങ്ങനെ പ്രവർത്തിക്കുന്നു. ജവഹർ എന്ന പേര് ഇപ്പോഴും അതിനുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 92-ല് പ്രോഗ്രാം ഓഫ് ആക്ഷൻ എന്ന രൂപത്തിൽ ഇതിനെ ഒന്നുകൂടെ ഒന്ന് പുനഃസംഘടിപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞാണ് ഇപ്പോഴത്തെ നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയം വരുന്നത്. നമ്മുടെ വിഷയം ഈ ദേശീയ വിദ്യാഭ്യാസ നയം അതിനോട് എടുക്കേണ്ട സമീപനം എന്താണ് എന്നതാണ്, അല്ലെങ്കിൽ അതെന്താണ് വാസ്തവത്തിൽ ഇന്ത്യയിൽ സൃഷ്ടിക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ചാണ്. അതിനെപ്പറ്റി വിശദമായി കുറച്ചുകൂടെ കാര്യങ്ങൾ ഇവിടെ പറയും. അതുകൊണ്ട് ഞാൻ വളരെ വിശദമായി അതിലേക്ക് പോകുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളും അത് ഉയർത്തുന്ന പ്രശ്നങ്ങളും മാത്രമാണ് ഞാൻ അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ചും കൂടി ഒന്നാമത്തെ കാര്യം ഈ 10+2+3 എന്നുള്ളത് പൊളിച്ചു മാറ്റുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന രൂപത്തിൽ തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്ന നിലയിലേക്ക് കുറേ സമീപനങ്ങൾ അതിനകത്ത് വരുന്നു. ടെക്നോളജി വിദ്യാഭ്യാസ രംഗത്ത് ഇന്നിപ്പം കുട്ടികൾ ഓൺലൈനായി പഠിക്കണം, അങ്ങനെ പലതരത്തിൽ പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ സാങ്കേതിക വിദ്യാഭ്യാസത്തിൽ വലിയൊരു പങ്ക് വഹിക്കണം എന്ന രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഹയർ എഡ്യൂക്കേഷനിലൊക്കെ ആണെങ്കിൽ വലിയ മാറ്റങ്ങളാണ് പറയുന്നത്. 3 വർഷത്തെ ബിരുദത്തിന് പകരം 4 വർഷത്തെ ബിരുദം. ഈ 4 വർഷത്തെ ബിരുദത്തിൽ തന്നെ കുട്ടികൾക്ക് 1-2 വർഷം പഠിച്ചിട്ട് സർട്ടിഫിക്കറ്റ്, പിന്നെ പഠനം നിർത്തി വേണമെങ്കിൽ ജോലിക്ക് പോകാം, സർട്ടിഫിക്കറ്റ് കിട്ടും. അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞാൽ ഡിഗ്രി തന്നെ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഓരോ വർഷം കഴിയുമ്പോഴും കുട്ടിക്ക് റിലീവ് ചെയ്ത് പോവാം. 4 വർഷമാണെങ്കിൽ പിന്നെ പിന്നെ 1 വർഷം കൂടി പഠിച്ചാൽ PG കിട്ടത്തക്ക വിധത്തിലുള്ള ബിരുദം നമുക്ക് കിട്ടും. ആ രൂപത്തിൽ ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു കുട്ടി ഇടയ്ക്ക് വെച്ച് പഠിത്തം നിർത്തുകയാണെങ്കിൽ അതുവരെ പഠിച്ചത് പിന്നെ എപ്പോഴെങ്കിലും ബാക്കി പഠിക്കാം എന്ന നിലയിൽ, അതുവരെ ഉള്ളത് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്, കുട്ടിക്ക് ഒരു അക്കാഡമിക് ബാങ്ക് ഉണ്ടാവും, അതിനകത്ത് ക്രെഡിറ്റായി കിടക്കും എന്ന നിലയിലുള്ള ചില കാര്യങ്ങൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചേർന്നതാണ് ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനമായി ഞാൻ ആദ്യം പറഞ്ഞതാണ് സ്കൂൾ ഘടന. അത് 3 വയസ്സ് മുതൽ കുട്ടികളെ സ്കൂളിൽ ചേർക്കണം എന്നതാണ്. നേരത്തെ 5 വയസ്സായിരുന്നു എങ്കിൽ ഇവിടെ 3 വയസ്സ് മുതൽ കുട്ടി ഔപചാരിക വിദ്യാഭ്യാസത്തിലേക്ക് എത്തുന്നു എന്നതാണ് NEPയുടെ ഒരു സവിശേഷത. പ്രീ സ്കൂൾ എന്ന് പറയുന്ന പിന്നെ ഒരു വർഷം, അതുപോലെ 2 വർഷം, ഒന്നാം പിന്നെ 5 വർഷമാണ് മൊത്തത്തിൽ ഈ പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ പ്രിപ്പറേറ്ററി സ്റ്റേജിൽ 3 വർഷം കുട്ടി പ്രീ സ്കൂളാണ്, 2 വർഷം കുട്ടി 1-2, 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും പഠിക്കുന്നു എന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മിഡിൽ സ്കൂൾ എന്ന് പറയുന്നത്, പ്രിപ്പറേറ്ററി സ്കൂൾ എന്ന് പറയുന്നത് 8 തൊട്ട് 11 വയസ്സ് വരെയാണ്. ആദ്യത്തെ ബേസിക് പിന്നെ സ്റ്റേജാണ് ഈ 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെ ഉള്ളത്, 2-ാം ക്ലാസ് വരെ ഉള്ളത്. 3, 4, 5 ക്ലാസ്സുകൾ എന്ന് പറയുന്നത് പ്രിപ്പറേറ്ററി ക്ലാസ്സാണ്. അത് 11 വയസ്സ് വരെ കൊണ്ട് തീരും. പിന്നെ 11 മുതൽ 14 വയസ്സ് വരെ ഉള്ളത് മിഡിൽ സ്കൂളാണ്, മിഡിൽ ലെവലാണ്. മിഡിൽ ലെവൽ കഴിഞ്ഞ് 14 മുതൽ 18 വരെ സെക്കൻഡറി. അവിടെ 8, 9, 10, അതുപോലെ 11, 12 ഇപ്പോഴത്തെ ഈ 4 ക്ലാസ്സുകൾ സെക്കൻഡറി എന്ന രൂപത്തിലാണ്. അപ്പോൾ സ്റ്റേജ് എന്ന് പറയുന്നത് സ്കൂൾ ഘടനയിൽ ഇപ്പോൾ
ആദ്യത്തെ 5 വർഷം എന്ന് പറയുന്ന ബേസിക് സ്റ്റേജ്, അത് കഴിയുമ്പോൾ പ്രിപ്പറേറ്ററി സ്റ്റേജ് 3 വർഷം, പിന്നെ ഒരു മിഡിൽ സ്റ്റേജ് ഒരു 3 വർഷം, പിന്നെ ഒരു സെക്കൻഡറി സ്റ്റേജ് എന്ന് പറയുന്നത് 3 വർഷം. അങ്ങനെ വിഭജിച്ചിരിക്കുന്നു എന്നതാണ്. നേരത്തെ നമ്മുടെ 10+3, 2+3+2 ആ രൂപത്തിലുള്ള സംഗതി മാറി എന്നതാണ്. വേറൊരു സവിശേഷത ഭാഷയുമായി ബന്ധപ്പെട്ടതാണ്. കുട്ടി 3 ഭാഷ അടിസ്ഥാന തലത്തിൽ പഠിച്ചിരിക്കണം എന്നതാണ് പുതിയ വിദ്യാഭ്യാസ നയം പറയുന്നത്. അതിൽ 2 ഏതെങ്കിലും ഒരു നേറ്റീവ് ലാംഗ്വേജ് ആയിരിക്കണം, അതായത് ഇന്ത്യൻ ഭാഷകളായിരിക്കണം. 1 പുറത്തുള്ളൊരു ഭാഷയും പഠിക്കാം എന്നതാണ് ത്രിഭാഷാ പദ്ധതി എന്ന രൂപത്തിൽ പറയുന്നത്. 5ാം ക്ലാസ് വരെ കുട്ടി മാതൃഭാഷയിലായിരിക്കണം പഠിക്കേണ്ടത് എന്നത്. ഇവിടെ മനോഹരമായി ആ മോളുടെ പേര് ഞാൻ വിട്ടു, കാർത്തികേ, ബെറ്റി. ബെറ്റി മനോഹരമായി അമ്മ മലയാളം ബെറ്റി പോയെന്ന് തോന്നുന്നു, അമ്മ മലയാളം പാടി. പിന്നെ അച്ഛനും അമ്മയും പ്രണയിച്ച ഭാഷ മലയാളം. പിന്നെ അപ്പം മലയാളത്തെ എന്ത് ചെയ്തു, ഓമൽ മലയാളത്തെ എന്ത് ചെയ്തു, ഓണ മലയാളത്തെ എന്ത് ചെയ്തു എന്ന കുരുപ്പിയുടെ കവിത ഇവിടെ വായിച്ചു, ഇവിടെ ചൊല്ലി, മനോഹരമായി ചൊല്ലി. അപ്പം ഞാൻ പറയുന്നത് മാതൃഭാഷ, ലോകത്തെ എല്ലാ വിദ്യാഭ്യാസ വിചക്ഷണരും പറയുന്നത് കുട്ടിക്ക് തുടക്കത്തിൽ കുട്ടിയിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നത്, ഏറ്റവും നന്നായി കഴിയുന്നത് മാതൃഭാഷയിൽ തന്നെയാണ്, അല്ലാതെ വേറൊരു ഭാഷയിലല്ല. അതുകൊണ്ട് മാതൃഭാഷയിലാകണം അടിസ്ഥാന വിദ്യാഭ്യാസം, ഒരു പ്രാഥമിക തലത്തിലെങ്കിലും മാതൃഭാഷയിലായിരിക്കണമെന്ന് ലോകത്തെ എല്ലാ വിദ്യാഭ്യാസ വിചക്ഷണരും മനഃശാസ്ത്രജ്ഞരും എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ നയത്തിലും അത് പറയുന്നുണ്ട്, 5ാം ക്ലാസ് വരെ മാതൃഭാഷയിലായിരിക്കണം എന്നതാണ്. അതുപോലെ കാണാതെ പഠിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു റോട്ട് മെമ്മറൈസേഷൻ, അത് മാറിയിട്ട് കൂടുതൽ വൈവിധ്യപൂർണമായ പഠനം ഉണ്ടാകണമെന്നതാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വർദ്ധിപ്പിക്കണം എന്ന രൂപത്തിൽ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേയേറെ കാര്യങ്ങൾ ഈ വിദ്യാഭ്യാസ നയത്തിൽ ഉൾച്ചേർന്നിട്ടുണ്ട് എന്നതാണ്. അതിൽ പിന്നെ എന്താണ് പഠിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ സ്റ്റേജിൽ കളിയിലൂടെയുള്ള പഠനമാണ്. വലിയ പാഠപുസ്തകങ്ങളൊന്നും അധികം വേണ്ട എന്ന രൂപത്തിലാണ് പറയുന്നത്. അടിസ്ഥാന സാക്ഷരത വേണം. ആദ്യത്തെ സ്റ്റേജിൽ 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലാവുമ്പോൾ ബേസിക് ലിറ്ററസി കുട്ടിക്ക് വേണം, സംഖ്യാജ്ഞാനവും വേണം. 1 തൊട്ട് 100 വരെയുള്ള സംഖ്യാജ്ഞാനമൊക്കെ അതിനകത്ത് പറയുന്നത് എന്നതാണ്. അത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രിപ്പറേറ്ററി സ്റ്റേജ് വരുമ്പോൾ അപ്പോഴും കളികളും പ്രവർത്തനങ്ങളുമാണ് കൂടുതൽ വേണ്ടത്. അതിനെ അടിസ്ഥാനമാക്കി കുട്ടികളുടെ പഠനം, ഭാഷാ വികസനം, ശാസ്ത്ര പഠനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു പ്രിപ്പറേറ്ററി സ്റ്റേജിൽ വരുന്നത്. മിഡിൽ സ്റ്റേജിൽ വരുമ്പോൾ ശാസ്ത്രവും ഗണിതവും അതുപോലെ കലകൾ എന്നിവയിൽ അതിലൊക്കെ കുറച്ചുകൂടി നന്നായി പഠിക്കുക. പരീക്ഷണാത്മകമായി, കുട്ടി വെറുതെ പഠിക്കലല്ല, പരീക്ഷണാത്മകമായി പഠിക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു പയറ് ചെടി മുളച്ചു വരുന്നു എന്ന് പഠിപ്പിക്കുന്നതിന് പകരം കുട്ടിയോട് പറയുന്നു, ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് അതിനകത്ത് കുറച്ച് പയർ ഇട്ട് വെച്ചിട്ട് ഓരോ ദിവസവും അതിന് വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ നിരീക്ഷിക്കൂ, അല്ലെങ്കിൽ ആകാശത്ത് നോക്കി ചന്ദ്രനിലെ വരയ്ക്കൂ, ഇന്നത്തെ ചന്ദ്രനെ വരയ്ക്കൂ, എന്നിട്ട് 14 ദിവസവും ചന്ദ്രനെ വരയ്ക്കൂ, അപ്പോൾ ചന്ദ്രൻ്റെ വ്യത്യാസം എന്തെന്ന് കുട്ടി സ്വയം മനസ്സിലാക്കും. ഇങ്ങനെ കുട്ടി സ്വയം മനസ്സിലാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വരണം എന്നതാണ്. അതുപോലെ 6ാം ക്ലാസ് തൊട്ട് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, കുട്ടിക്ക് ഏതെങ്കിലും ഒരു തൊഴിലിൽ വാസനയുണ്ടോ അതിലേക്ക് പിന്നെ കുട്ടിക്ക് കൂടുതൽ സ്കില്ല് കൊടുക്കത്തക്ക വിധത്തിലുള്ള വിദ്യാഭ്യാസം വേണം എന്ന് പറയുന്നു. പിന്നെ സെക്കൻഡറി ലെവലിൽ വരുമ്പോൾ പല വിഷയങ്ങൾ ചേർന്നുള്ളൊരു പഠനമാണ്. അതിന് കൂടുതൽ ആഴത്തിലുള്ള, നേരത്തെ പറഞ്ഞ ക്രിട്ടിക്കൽ പെഡഗോഗി, വിമർശനാത്മകമായ ഒരു ചിന്ത കുട്ടിയെ വരാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള പഠനങ്ങൾ. കുട്ടിക്ക് വ്യത്യസ്ത വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. ഇപ്പം നമുക്ക് ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് ഹ്യൂമാനിറ്റി, ആർട്സ്, സയൻസ് എന്ന രൂപത്തിലുണ്ട്. പക്ഷെ അങ്ങനെയല്ല, കണക്ക് പഠിക്കുന്ന കുട്ടിക്ക് ചരിത്രവും കൂടെ പഠിക്കാം പുതിയ വിദ്യാഭ്യാസ നയത്തിൽ എന്നതാണ്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പൊളിച്ചെഴുത്ത് ഉന്നത വിദ്യാഭ്യാസത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞു. അതിൽ നേരത്തെ പറഞ്ഞു, ഈ കുട്ടികൾക്ക് ഒരു 2035 വിദ്യാഭ്യാസ രംഗത്തെ മൊത്തം പ്രവേശന അനുപാതം കൂട്ടണം. ഏതാണ്ട് 100 കുട്ടികൾ ജനിക്കുന്നുണ്ടെങ്കിൽ 50 കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകണം. ഇന്ന് വളരെ കുറവാണ്, 30% താഴെയാണ് ഇന്ത്യയിലെ മൊത്തം കണക്കെടുത്താൽ. പക്ഷെ 50% കുട്ടികളെങ്കിലും ഉന്നത വിദ്യാഭ്യാസത്തിന് പോകണം എന്നതാണ് അതിൽ പറയുന്നത്. ബിരുദ പഠനം എന്ന് പറഞ്ഞാൽ ബഹുവിഷയമാണ്. നേരത്തെ പറഞ്ഞതുപോലെ, ഹയർ സെക്കൻഡറിയിലൊക്കെ പറഞ്ഞതുപോലെ, നമുക്ക് ഒരു വിഷയം ഇങ്ങനെ സ്ട്രീമുകളായി തിരിച്ചിട്ടില്ല. ശാസ്ത്രം പഠിക്കുന്ന കുട്ടിക്ക് പൊളിറ്റിക്കൽ സയൻസും പഠിക്കാം. അങ്ങനെ ക്രെഡിറ്റുകളായിട്ട് ഓരോരോ വിഷയവും പഠിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക്
ചെയ്യാവുന്നതാണ്. അതുപോലെ ബിരുദം പൂർത്തിയാക്കുന്നവർക്ക് 1 വർഷം കൂടി പഠിച്ചാൽ PGയും അത് കഴിഞ്ഞ് MPhil ഒന്നുമില്ല, നേരിട്ട് ഗവേഷണത്തിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സംഗതിയുണ്ട്. അപ്പം മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സിറ്റ്. കുട്ടികൾക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ വെച്ച് ഇവിടെ പ്രവേശിക്കാം, ഏതെങ്കിലും ഘട്ടത്തിൽ പുറത്തു പോകാം. 2 വർഷം കഴിയുമ്പോൾ പുറത്തു പോയാൽ ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും കിട്ടുക, 3 വർഷം കഴിയുമ്പോൾ ബിരുദമായിരിക്കും കിട്ടുക. പിന്നെ അങ്ങനത്തെ ഓരോ ഇത് വെച്ചിട്ടാണ് ഇതിനകത്ത് വരുന്നത് എന്നുള്ളതാണ്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ UGC ഉണ്ട്, അതുപോലെ AICTE ഉണ്ട്, പിന്നെ മെഡിക്കൽ കൗൺസിലുണ്ട്, ഇങ്ങനെ പലതും ഉണ്ട്. ഇതിനെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഇങ്ങനെയുള്ള പല ബോഡികൾക്ക് പകരം ഒരു ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിക്കണം എന്നതാണ് ഈ നയത്തിൽ പറയുന്ന മറ്റൊരു കാര്യം. വേറൊന്ന് ഏറ്റവും മൗലികമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രേഡഡ് ഓട്ടോണമി എന്ന രൂപത്തിൽ ഇതിൽ പറയുന്ന കാര്യം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ. അതായത് ഇന്നിപ്പോൾ നമുക്കറിയാം മിക്കവാറും സ്ഥാപനങ്ങളും ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ ഉള്ളതായിരിക്കും. വളരെ കുറച്ച് സ്ഥാപനങ്ങൾക്ക് ഇന്ന് സ്വയംഭരണം നൽകിയിട്ടുണ്ട്. ഈ സ്വയംഭരണത്തിൻ്റെ ഉള്ളിൽ പോലും നിയന്ത്രണങ്ങളുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ സ്വയംഭരണം എന്ന് പറയുന്നത് 3-4 ഗ്രേഡുകളായിട്ട് തിരിച്ച് ആ ഗ്രേഡിലുള്ള ഓരോന്നിനും ഓരോ തരം, അതായത് ഫുൾ ഓട്ടോണമിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് ഇന്ത്യയിൽ ഈ നയപ്രകാരം ഇന്ത്യയിൽ ഉണ്ടാകും, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നുള്ള. അപ്പോൾ അക്കാദമിക സ്വാതന്ത്ര്യം എന്ന പേരിൽ സ്വയംഭരണ കോളേജുകളെ അല്ലെങ്കിൽ സ്വയംഭരണ യൂണിവേഴ്സിറ്റികളെ ഉണ്ടാക്കുന്നു എന്നതാണ് ഈ നയത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം അതാണ് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത് എന്നതാണ്. ഇപ്പോൾ 3 കാറ്റഗറി ആയിട്ടാണ് പറയുന്നത് നാക് അക്രഡിറ്റേഷൻ വെച്ചിട്ട്. 351 കൂടുതൽ നാക്കിൻ്റെ സ്കോർ കിട്ടുന്ന ഒരു സ്ഥാപനത്തിന്, വിദ്യാലയത്തിന് അല്ലെങ്കിൽ കലാലയത്തിന് അവർക്ക് UGCയുടെ അനുമതി അല്ലെങ്കിൽ UGCക്ക് തത്തുല്യമായ ഒരു ബോഡിയുടെ അനുമതി ഇല്ലാതെ അവർക്ക് ഏത് കോഴ്സും തുടങ്ങാം, ഏത് സിലബസും ഉണ്ടാക്കാം. അതുപോലെ തന്നെ വിദേശ ഫാക്കൽറ്റികളെ ഇവിടെ കൊണ്ടുവരാം, എവിടെയും ഓഫ് ക്യാമ്പസ് തുടങ്ങാം. അങ്ങനെയുള്ള എല്ലാ സംവിധാനം, എല്ലാ അധികാരങ്ങളും ഉണ്ട്. യാതൊരു നിയന്ത്രണവും അവരുടെ മേലിൽ കാര്യമായി ഇല്ല എന്നതാണ്. ഏതാണ്ട് ഇന്ന് നിലനിൽക്കുന്ന 90% നിയന്ത്രണങ്ങളും ഒഴിവാകുന്ന തരത്തിലേക്കാണ് ഈ വിഭാഗത്തിന്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നാക് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നതിൻ്റെ അത് 3.26 തൊട്ട് 3.50 വരെ ഗ്രേഡ് കിട്ടുന്ന സ്ഥാപനങ്ങൾക്കാണ്. അവർക്കും വലിയ തോതിലുള്ള ഭരണപരമായ ഓട്ടോണമി ഉണ്ട്. എന്നാൽ അത് ചില നിബന്ധനകൾക്കായിരിക്കും. പുതിയ കോഴ്സുകൾ തുടങ്ങുന്നതിനായാലും സിലബസ് ഉണ്ടാക്കുന്നതിനൊക്കെ ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്നതാണ്. കാറ്റഗറി 3 സംബന്ധിച്ച് കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. ഈ 326 താഴെയുള്ള 3.26 താഴെയുള്ള 326 അല്ല 3.26 താഴെയുള്ള സ്കോർ വരുന്ന സ്ഥാപനങ്ങളാണ്. അതായത് ഈ 3.50 മേളിൽ നാക് സ്കോർ കിട്ടുന്ന സ്ഥാപനങ്ങൾക്കെല്ലാം ഇനി യാതൊരു തരത്തിലുള്ള നിയന്ത്രണമില്ലാതെ വിദ്യാഭ്യാസത്തിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന നിലയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സാമ്പത്തികമായ ചില പ്രശ്നങ്ങൾ ഇതിനകത്ത് വരും. അതെന്ന് പറയുമ്പോൾ പിന്നെ ഇങ്ങനെ വരുന്ന ഇതിൽ ഇനി മുതൽ UGC ഗ്രാൻഡ് പോലുള്ളതല്ല, മറിച്ച് ഈ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷനൊക്കെ കൊടുക്കുന്ന വായ്പകളായിരിക്കും. അപ്പോൾ ഒരു കോളേജിന് വായ്പ കിട്ടിയാൽ വായ്പ തിരിച്ചടക്കാൻ ബാധ്യസ്ഥമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, ഫീസ് വളരെ വളരെ കൂട്ടും. കാരണം കുട്ടികളിൽ നിന്ന് പിടിച്ചാലേ തിരിച്ചടയ്ക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല മറ്റു നിയന്ത്രണങ്ങളും മേളിൽ നിന്നില്ല. എത്ര ഫീസും ഒരു കോളേജിന് വെക്കാൻ പറ്റും. അവരുടെ ഒരു ക്രെഡിറ്റും അവരുടെ ഒരു അംഗീകാരത്തിൻ്റെയൊക്കെ ബലത്തിൽ ഞങ്ങൾ ഏറ്റവും വിദ്യാഭ്യാസ നിലവാരമുള്ള സ്ഥാപനമാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് വളരെ ഉയർന്ന ഫീസ് വയ്ക്കാൻ പറ്റും. അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ അവസാനം വന്ന PM ശ്രീയെ കൂടി കാണേണ്ടത്. ഇപ്പോൾ കേരളത്തിലേക്ക് വലിയ വിഷയം PM ശ്രീയും ഈ NEPയും തമ്മിലുള്ള ഇതാണല്ലോ. അതുകൊണ്ടാണ് പ്രൈം മിനിസ്റ്റേഴ്സ് എന്താണ് സ്കൂൾ ഫോർ റൈസിങ് ഇന്ത്യ എന്നതാണ് PM ശ്രീയുടെ ഒരു ഫുൾ ഫോം. ആ PM ശ്രീ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു ജില്ലയിൽ 2 സ്കൂളിന് ഗവൺമെൻറ് ഒരു 2 കോടി രൂപ അല്ലെങ്കിൽ കുറച്ചുകൂടി കൊടുക്കുമായിരിക്കും ചിലപ്പോൾ ഒരു സഹായം കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന ഇതിൽ ആ സ്കൂളിനെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള ആധുനിക സൗകര്യങ്ങളുള്ള മാതൃകാ വിദ്യാലയമാക്കി മാറ്റുക എന്നതാണ്. അവിടെ ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ചുള്ള ഒരു പാഠ്യപദ്ധതി ആയിരിക്കും വരിക. എല്ലാ സൗകര്യങ്ങളുണ്ട്. സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വിപുലമായ സയൻസ് ലാബുകൾ, അതൽ ടിങ്കറിങ് ലാബുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു കേന്ദ്രത്തിൻ്റെ ഒരു പരിപാടിയുണ്ട്, അതൽ ടിങ്കറിങ് ലാബ് എന്ന് പറയുന്ന രൂപത്തിൽ. ശിശു സൗഹൃദമായ ചൈൽഡ് ഫ്രണ്ട്ലി ഫർണിച്ചറുകളൊക്കെ ആയിരിക്കും അവിടെ വരുന്നത്. കളിസ്ഥലങ്ങൾ, എല്ലാ സൗകര്യമൊക്കെ ഉള്ള സ്കൂൾ എന്ന രൂപത്തിലാണ് വിവക്ഷിക്കപ്പെടുന്നത്. അതിനുള്ള
2 കോടി രൂപ കൊടുക്കും. അതിൽ 60% കേന്ദ്ര ഫണ്ടും ഈ 40% ഏത് സംസ്ഥാനത്താണോ സംസ്ഥാനം. വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് മാത്രം 90-10 എന്ന അനുപാതമാണ്. ബാക്കിയെല്ലായിടത്തും 60-40 എന്ന അനുപാതം. അധ്യാപകർക്കൊക്കെ ഇതിനനുസൃതമായ പരിശീലനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുക്കും എന്ന രൂപത്തിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഒരു PM ശ്രീ കേരളത്തിലാണെങ്കിൽ ഏതാണ്ട് പിന്നെ PM ശ്രീ അനുസരിച്ച് 152 ബ്ലോക്കുകളുണ്ട്. അപ്പോൾ പിന്നെ ഒരു ബ്ലോക്കിന് 2 സ്കൂള് രൂപത്തിലൊക്കെ വയ്ക്കാൻ കുറച്ച് പൈസ, ഒരുപാട് പൈസയൊന്നും കിട്ടില്ല. പക്ഷെ കേരളത്തിൽ കിഫ്ബി വഴി തന്നെ ഒരു സ്കൂളിന് ഏതാണ്ട് ഇതിൽ കൂടുതൽ ചില പൈസ 15 കോടി വരെയൊക്കെ ചിലവാക്കി വിപുലീകരിക്കപ്പെട്ട സ്കൂളുകൾ കേരളത്തിലുണ്ട്. അതെല്ലാം കിഫ്ബി അല്ല, അതെല്ലാം പലതരത്തിലുള്ള ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയൊക്കെ. ഇപ്പോൾ കോഴിക്കോട് നടക്കാവ് സ്കൂളോ അതുപോലെ എത്രയോ സ്കൂളുകൾ കേരളത്തിലുണ്ട്. അപ്പം അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ കേരളത്തിലുണ്ട്. അപ്പം ഇവിടെ നമ്മളെ സംബന്ധിച്ചോളം ഇവിടെ PM ശ്രീയിൽ വിവക്ഷിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഉള്ള 2 സ്കൂളുകൾ എന്നല്ല, അതിൽ കൂടുതൽ സ്കൂളുകൾ ഉണ്ട്. ഇനി കുറച്ചുകൂടെയൊക്കെ വരാനുണ്ട്. പക്ഷേ നമുക്ക് അത്ര വലിയൊരു ഇതിലേക്ക് പോകില്ല. കാരണം നമുക്കിപ്പോൾ തന്നെ 50,000 സ്മാർട്ട് ക്ലാസ് റൂമുകളുണ്ട്. നമുക്ക് നല്ല കളിസ്ഥലങ്ങളുള്ള ഒരുപാട് സ്കൂളുകളുണ്ട്. നല്ല അടിച്ചുറപ്പുള്ള കെട്ടിടങ്ങളുള്ള സ്കൂളുകളുണ്ട്. പിന്നെ ചില്ലറ സൗകര്യങ്ങളൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്കൂളുകൾ ഇപ്പോൾ എയർ കണ്ടീഷനും ലിഫ്റ്റും സംവിധാനങ്ങളും ഒക്കെ ഉള്ള സ്കൂളുകൾ കേരളത്തിലുണ്ട്. പൊതുമേഖലാ സ്കൂളുകൾ നമ്മൾ ആലോചിക്കണം. പക്ഷേ എല്ലാ സ്കൂളുകളും ആയിട്ടില്ല, അത് വേറെ കാര്യം. അതിലേക്ക് വരാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കത്ര ആകർഷകമായ ഒരു സംഗതി ഒന്നും അല്ല ഈ PM ശ്രീ എന്ന് പറയുന്നത്. എന്തായാലും ഈ പശ്ചാത്തലത്തിൽ കൂടി നമ്മൾ ദേശീയ വിദ്യാഭ്യാസ നയം വന്നപ്പോൾ തന്നെ ഇന്ത്യയിൽ ആകെ നല്ല വിമർശനങ്ങൾ വന്നു. പക്ഷെ ആലോചിക്കേണ്ടത് 28 സംസ്ഥാനങ്ങളും ദേശീയ വിദ്യാഭ്യാസ നയം സ്വീകരിക്കാൻ തയ്യാറായി. തമിഴ്നാട്, ബംഗാൾ, കേരളം അങ്ങനെ 2-3 സംസ്ഥാനങ്ങളാണ് അതിനോട് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചത്. ഏറ്റവും ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് ഇപ്പോഴും തമിഴ്നാടാണ് എന്നതാണ്. അതിന് അവരുടേതായ കാരണങ്ങളുമൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഒരിക്കലും ഇത് അംഗീകരിക്കില്ലെന്ന് ശ്രീ പളനിവേൽ ത്യാഗരാജൻ, തമിഴ്നാട്ടിൻ്റെ ഇതിൻ്റെ ബന്ധപ്പെട്ട മന്ത്രി, അദ്ദേഹം പറഞ്ഞു. പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് ഇതിൻ്റെ വിമർശനം എന്ന് ചോദിച്ചാൽ, ഒന്ന്, വിദ്യാഭ്യാസം ഒരു സാമൂഹിക പ്രക്രിയയാണെങ്കിൽ അതിനകത്ത് പൊതു നിയന്ത്രണം വേണം എന്ന് നമ്മൾ നേരത്തെ പറയും. അങ്ങനെ സാമൂഹിക മൂല്യങ്ങളാണ് വളർത്തിയെടുക്കണമെങ്കിൽ ശക്തമായ സിലബസിലായാലും മറ്റെല്ലാ കാര്യങ്ങളിലായാലും സമൂഹത്തിൻ്റെ പൊതുവായ നിയന്ത്രണം വേണം. ഈ പൊതുവായ നിയന്ത്രണം പതുക്കെ ഒഴിവാക്കുന്ന തരത്തിൽ സ്വകാര്യ പങ്കാളിത്തത്തിലേക്ക്, അത് വിദ്യാഭ്യാസത്തിൻ്റെ ഇതിൽ മാത്രമല്ല, കെട്ടിടം അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമല്ല, സിലബസിൽ ഉൾപ്പെടെ എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ ഉൾപ്പെടെ നമുക്ക് അങ്ങനെ വരുന്നു. ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പോൾ കേരളത്തിൽ ചില ഇൻ്റർനാഷണൽ സ്കൂളുകളുണ്ട്. അവരുടേതായ സിലബസുകളാണ്. എന്താണ് ഈ ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ? ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ അവിടെ വേറെ പലതും പഠിപ്പിക്കും. ഇപ്പം ചരിത്രം എങ്ങനെ പഠിപ്പിക്കുന്നത് വെച്ചാൽ ഇൻ്റർനാഷണൽ ചരിത്രമാണ്, ബ്രിട്ടീഷ് ചരിത്രം പഠിപ്പിക്കും, അല്ലെങ്കിൽ ലോക ചരിത്രം പഠിപ്പിക്കും. കേരളത്തിൻ്റെ ചരിത്രം, അവൻ്റെ പഞ്ചായത്തിനെ പറ്റി പഠിപ്പിക്കില്ല, അവൻ്റെ നഗരത്തെ പറ്റി പഠിപ്പിക്കില്ല, അവൻ്റെ നാട്ടിനെ പറ്റി പഠിപ്പിക്കില്ല. അത് മോശമാണ്, ഇൻ്റർനാഷണൽ ആവില്ല എന്ന നിലയിലാണ്. വാസ്തവത്തിൽ ഒരു കുട്ടി തുടങ്ങേണ്ടത് അവൻ്റെ ചുറ്റുപാടിൽ നിന്നാണ്. അവൻ പിന്നെ ചരിത്രത്തെ വിശകലനം ചെയ്ത് തുടങ്ങേണ്ടത്. അങ്ങനെ ഒരു ഇതിലേക്ക് വരുന്നില്ല എന്നതാണ്. അതുപോലെ വിദ്യാഭ്യാസം ഏറ്റവും വലിയ വിമർശനം, മറ്റൊരു വിമർശനം കേന്ദ്രീകരണമാണ്. കാരണം നമുക്കറിയാമല്ലോ, നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ സവിശേഷതകളിലൊന്ന് ഇന്ത്യയിലെ ബഹുസ്വരതയെ അംഗീകരിക്കുന്നു എന്നതാണ്, നമ്മുടെ വൈവിധ്യത്തെ അംഗീകരിക്കുന്നു എന്നതാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ 1880 ജോൺ സ്ട്രാഷെ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ബ്രിട്ടീഷ് പാർലമെന്റേറിയൻ ആയിരുന്നു, ബ്രിട്ടീഷിലെ ഒരു വലിയ ഉദ്യോഗസ്ഥനൊക്കെ ആയിരുന്നു. അദ്ദേഹം ഇന്റർനാഷണൽ കോൺഗ്രസ് ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് 1880 ഒരു ബ്രിട്ടീഷ് പാർലമെന്റിൽ ഒരു പ്രസംഗം നടത്തിയപ്പോൾ അതിൽ പറഞ്ഞു, ഇന്ത്യയെക്കുറിച്ചാണ്. ഇന്ത്യ എന്ന് പറയുന്നത് എൻ്റെ ഒരു സവിശേഷത എന്നാൽ ഇന്ത്യ ഒരിക്കലും ഉണ്ടായിരുന്നില്ല, ഇനിയൊട്ട് ഉണ്ടാവുകയുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഞ്ചാബ് ഉണ്ടാകാം, മദ്രാസ് ഉണ്ടാകാം, സൗരാഷ്ട്രം ഉണ്ടാകാം, ഗുജറാത്ത് ഉണ്ടാകാം, പിന്നെ ബംഗാൾ ഉണ്ടാകാം. പക്ഷെ ഇതെല്ലാം ചേർന്ന് ഒരു ഇന്ത്യ ആവുക സാധ്യമല്ല. കാരണം അത്രമാത്രം വൈവിധ്യങ്ങൾ നിറഞ്ഞൊരു പ്രദേശമാണ് ഇന്ത്യ. ആ ഇന്ത്യക്ക് ഭരണഘടനാപരമായ ഒരു ഇന്ത്യ ഉണ്ടായാലും കുറച്ച് വർഷങ്ങൾ നിൽക്കും, അതിനപ്പുറത്തേക്ക് നിൽക്കില്ല. ഇതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ സാരം. പക്ഷെ ഭരണഘടന കഴിഞ്ഞിട്ട് 10-80 വർഷമായിട്ടും ഇന്ത്യ ഒരാശയം മാത്രമല്ല ഒരു രാജ്യമായി ഇപ്പോഴും നിലനിൽക്കുന്നുവെങ്കിൽ അത് ആ ഭരണഘടനയുടെ സവിശേഷത കൊണ്ടുകൂടിയാണ്. അംബേദ്കറും ഭരണഘടനാ അസംബ്ലിയിലെ 399 ആളുകളും ചേർന്ന് എഴുതിയതല്ല. അത് ഇന്ത്യയിലെ ജനകോടികൾ 1920 മുതൽ നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടതാണ്. അങ്ങനെ രൂപം കൊണ്ടപ്പോൾ തിരസ്കരിച്ച മൂല്യങ്ങളുണ്ട്, ഉൾക്കൊണ്ട മൂല്യങ്ങളുമുണ്ട്.
തിരസ്കരിച്ച മൂല്യമാണ് മതരാഷ്ട്രവാദം എന്ന് പറയുന്നത്. അന്ന് ഗോപാലകൃഷ്ണ ഗോഖലെ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ തിലകൻ, അതുപോലെ തന്നെ സവർക്കർ, ഇങ്ങനെയുള്ള ഒരു ലോബി അവർ ശക്തമായി ഈ ഒരു എന്താണ് രൂപപ്പെട്ടു വരുന്ന സ്വതന്ത്ര ഇന്ത്യ ഒരു മതരാഷ്ട്രമാകണമെന്ന് വാദിച്ചിരുന്നു എന്നതാണ്. വാദിക്കുകയല്ല, അതിനുവേണ്ടി വലിയ ഇതൊക്കെ നടത്തി, എത്രയോ ചർച്ചകൾ നടന്നു. അതേസമയം വേറൊരു വിഭാഗം ബനിയ കേട്ടു ബീട്ടു എന്ന് പറയുന്നത്, അത് ബനിയ ക്ഷത്രിയ ഗ്രൂപ്പ്, അവർ ഇന്ത്യയെ ഒരു മുതലാളിത്ത ഭരണഘടനാ രൂപത്തിലാക്കാൻ ശ്രമിച്ചിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും പിന്നെ സോഷ്യലിസ്റ്റുകളായ എം എൻ റോയ് ഉൾപ്പെടെയുള്ള അങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ ചിന്തയുടെയും പ്രവർത്തനങ്ങളുടെയും ഫലമായിട്ടാണ് ഇന്ത്യയെ ഒരു ജനകീയ ദേശീയതയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പരമാധികാര മതേതര രാജ്യമാക്കാൻ തീരുമാനിച്ചത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് തുടങ്ങാൻ ഭരണഘടന തീരുമാനിച്ചപ്പോൾ പോരാ, ഇൻവൊക്കേഷൻ ടു ദ മ്യൂസസ്, നമുക്ക് ദൈവങ്ങളുടെ പേരിൽ തുടങ്ങണം, ഒരു പ്രാർത്ഥനയിൽ തുടങ്ങണം ഭരണഘടന എന്ന് പറഞ്ഞ് വലിയ ചർച്ച നടന്നു. ആ ചർച്ചയിൽ പിന്നെ അവസാനം വോട്ടെടുപ്പ് വേണ്ടി വന്നു. അപ്പോൾ ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്, ഏതെങ്കിലും ഒരു പ്രാർത്ഥന ഉൾപ്പെടുത്തിയാൽ അത് ഏതെങ്കിലും മതത്തിനെ പറ്റിയായിരിക്കും, അപ്പോൾ അത് വേറെ മതക്കാർക്ക് പ്രശ്നമാകും. അങ്ങനെ പലതരത്തിലുള്ള ചർച്ചകളിലൂടെ അത് അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവസാനം എന്നിട്ടും വോട്ടിനിടേണ്ടി വന്നു. വോട്ടിനിട്ടപ്പോൾ 64 നോട്ടിനോ മറ്റോ ദൈവം തോറ്റു. അങ്ങനെയാണ് ഭരണഘടനയിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ നമ്മൾക്കായി സ്വയം സമർപ്പിക്കുന്നു ഈ ഭരണഘടന എന്ന് പറഞ്ഞത്. അതിൽ ഏറ്റവും കാതലായ കുറച്ച് കാര്യങ്ങൾ, അതിലൊന്ന് മതേതരത്വമാണ്, മറ്റൊന്ന് വൈവിധ്യമാണ്, ബഹുസ്വരതയാണ്. അത് കാത്തു സൂക്ഷിക്കാൻ ഒരുപാട് വകുപ്പുകൾ നമ്മുടെ ഭരണഘടനയിലുണ്ട്. അതുപോലെ ഒന്നാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. ഒരു യൂണിയൻ സർക്കാരുണ്ട്, പക്ഷെ അതിനെല്ലാത്തിനും ആ സർക്കാരിന് അധികാരമില്ല. യൂണിയൻ സർക്കാരിൻ്റെ സാമന്ത സർക്കാരല്ല ഒരു പ്രവിശ്യ സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ, എല്ലാം പാരലാണ്. ഒന്നിന് വേറൊന്നിൻ്റെ മേൽ അമിത അധികാരമോ അമിത വിധേയത്വം ഉണ്ടാകേണ്ട കാര്യമില്ലെന്ന് ഭരണഘടന വ്യക്തമായി നിഷ്കർഷിക്കുന്നുണ്ട്. അതുകൊണ്ട് യൂണിയൻ ലിസ്റ്റ്, യൂണിയൻ ഗവൺമെന്റിന് ഇടപെടേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റുണ്ട്. അതുപോലെ കൺകറന്റ് ലിസ്റ്റ്, യൂണിയൻ ഗവൺമെന്റിനും സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ കഴിയുന്ന ലിസ്റ്റ് ഉണ്ടാക്കി. ഏറ്റവും അവസാനം സംസ്ഥാന സർക്കാരിന് മാത്രം ഇടപെടാൻ കഴിയുന്ന ലിസ്റ്റ് ഉണ്ടാക്കി. 73-74 ഭരണഘടനാ ഭേദഗതി പ്രകാരം അതിൻ്റെ താഴെ പഞ്ചായത്തുകൾക്കും ഭരണഘടനാ പദവി കൊടുത്തു, അവർക്കും ഇടപെടാൻ കഴിയുന്ന ചില മേഖലകൾ ഉണ്ടാക്കി. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് വിദ്യാഭ്യാസം സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു ആദ്യം. 1976 അടിയന്തരാവസ്ഥ, 76 അടിയന്തരാവസ്ഥ കാലത്ത് 42 ഭരണഘടനാ ഭേദഗതി നടത്തിയപ്പോൾ അതിന് മുമ്പ് തന്നെ സ്വരൺ സിംഗ് വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലാക്കുക ഒരു ബില്ല് കൊടുക്കുകയും വലിയ ചർച്ചയൊക്കെ നടന്ന് പ്രശ്നമാവുകയൊക്കെ ചെയ്തിരുന്നു. ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ട് വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. അന്ന് തൊട്ടേ ഒരു കേന്ദ്രീകരണത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. അതിനുശേഷം നമുക്കറിയാം ഓരോ വർഷവും ജവഹർ നവോദയ വിദ്യാലയം ഒരു കേന്ദ്രീകരണത്തിന്റെ ഒരു ഇതായിരുന്നു. അതിനുശേഷം വന്ന് ഇപ്പോൾ 2020 NEP വരുമ്പോൾ വീണ്ടും അതിശക്തമായ കേന്ദ്രീകരണത്തിന്, അതായത് കേന്ദ്ര നിയന്ത്രണത്തിൽ സിലബസ്, ഇന്ത്യയിലെ കുട്ടികൾ എന്ത് പഠിക്കണമെന്ന് അവിടെ തീരുമാനിക്കും. പ്രാദേശികമായ സവിശേഷതകൾക്ക് പ്രശ്നമില്ല. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിലും ഇത് ഉണ്ടാകും എന്നതാണ്. പിന്നെ ഇത് നടപ്പാക്കാൻ എങ്ങനെയെന്നുള്ള വ്യക്തമായ റോഡ് മാപ്പ് ഒന്നുമില്ല, കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നതാണ്. പിന്നെ ഈ ഒരു പാർലമെന്റിൽ പോലും ചർച്ച നടത്താതെയാണ് വാസ്തവത്തിൽ, അല്ലേ, നമ്മളൊരു വളരെ പ്രധാനമായി ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതത്തെ അല്ലെങ്കിൽ മനോഭാവത്തെ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പാർലമെന്റിൽ ഒരു ചർച്ച പോലും ഇല്ലാതെ നയമായി കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയാണ് എന്നതാണ്. ഇതാണ് മറ്റൊരു വിമർശനം. വേറൊരു വിമർശനം, ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ അസമത്വങ്ങളുടെ പടുകുഴിയിലാണ് ഇന്ത്യ. നമുക്കറിയാം 211 ബില്യണയേഴ്സ്, ശതകോടീശ്വരന്മാർ എന്ന് കേരളത്തിലുണ്ട്. 1991 പുതിയ സാമ്പത്തിക നയം വരുന്ന സമയത്ത് ഇന്ത്യയിൽ $1 ബില്യൺ ഉള്ള ഒരു ശതകോടീശ്വരൻ പോലും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല, ഒരാൾ പോലുമില്ല. ഇന്നിപ്പോൾ ഏതാണ്ട് 10-25 വർഷം കഴിയുമ്പോൾ ഇവിടെ 211 ശതകോടീശ്വരന്മാർ ഉണ്ടായിരിക്കുന്നു എന്നാണ്. ആ ശതകോടീശ്വരന്മാരും ഏറ്റവും താഴെയുള്ളവരും തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത് അതിഭീകരമായ അന്തരമാണ് എന്നതാണ്. നമുക്കറിയാം, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പി സായിനാഥ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. ഈ അടുത്ത കാലത്ത് ധീരുഭായ് അംബാനിയുടെ മകൻ മുകേഷ് അംബാനിയുടെ മകൻ, ആ മകൻ്റെ കല്യാണം നടന്നു. 5500 കോടി രൂപ ചെലവാക്കിയിട്ടാണ് ആ കല്യാണം നടന്നത്. അത് ബോംബെയിലാണ് പ്രധാന ചടങ്ങുകളെല്ലാം നടന്നത്. പിന്നെ ജാംനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് വേറെ കുറേ ചടങ്ങുകൾ നടന്നത്. ജാംനഗർ ഒരു ചെറിയ എയർപോർട്ടാണ്. ആ എയർപോർട്ടിനെ പിന്നെ കുറച്ചു കാലത്തേക്ക് അതിന് ഇൻ്റർനാഷണൽ പദവി കൊടുത്തു. അവിടെ കല്യാണം നടത്താൻ വേണ്ടി എയർപോർട്ടിൻ്റെ എയർ ട്രാഫിക് നിയന്ത്രിച്ചത് ഇന്ത്യൻ എയർഫോഴ്സാണ്. ആ ഇന്ത്യൻ ഫോഴ്സ് നിയന്ത്രിക്കുന്ന
ഒരു വെച്ച് അതിനുവേണ്ടി പദവി കൊടുത്തു. അവിടെ 5500 കോടി രൂപ ചെലവാക്കിയിട്ടാണ് മൊത്തം വിവാഹം നടത്തിയത്. സായിനാഥ് പറയുന്നത് 5500 കോടി രൂപ വെറുതെ അംബാനി ചെലവാക്കില്ല, ഇതിന്ന് 20,000 കോടി തിരിച്ചു പിടിക്കും. എങ്ങനെ തിരിച്ചു പിടിക്കുമെന്ന്, ഞാൻ കല്യാണത്തിന് വന്നതെല്ലാം ഇന്ത്യയിലെ പ്രമുഖരാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രസിഡന്റ്, അതുപോലെ ഇന്ത്യയിലെ എല്ലാ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ആ പലതരത്തിൽ ഇന്ത്യൻ ഭരണകൂടത്തെ അവർ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം. അവർ പറഞ്ഞത് ലാറ്ററൽ എൻട്രിയാണ്. അതായത് IAS-ലും IPS-ലും ഒക്കെ ഉള്ള ഒരു IAS-ലാണ് പ്രധാനമായിട്ടും കേന്ദ്രത്തിലെ ജോയിന്റ് സെക്രട്ടറിമാരായിട്ട് പുറത്തുള്ള കമ്പനികളുടെ CEO-മാർക്ക് ഇപ്പം അനുവാദം കൊടുക്കും കുറച്ച് പേർക്ക്. അപ്പോൾ ഒരു കമ്പനിയുടെ CEO അവിടെ വരുന്നു, ആ കമ്പനിയുടെ CEO അവിടെ വരുമ്പം ആ കമ്പനിക്ക് താല്പര്യമുള്ള ഒരു സാധനം കേന്ദ്ര ഗവൺമെന്റ് വിൽക്കാൻ തീരുമാനിക്കുന്നു. അയാൾ തന്നെ സെക്രട്ടറി, പഴയ CEO, ഇവർ തമ്മിൽ ചർച്ച നടത്തുന്നു, അവർ അതിനെ വാങ്ങുന്നു. അങ്ങനെയാണ് നമുക്കറിയാമല്ലോ. 1,56,000 കോടി രൂപയോ മറ്റോ ആസ്തി ഉണ്ടായിരുന്ന എയർ ഇന്ത്യ വെറും 18,000 കോടി രൂപയ്ക്കാണ് വിറ്റത്. പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ഈ തുച്ഛമായ വിലയ്ക്ക് വാങ്ങിയെടുത്തിട്ടാണ് ഈ ബില്യനേഴ്സ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. പിന്നെ കോർപ്പറേറ്റുകൾക്ക് ലഭിക്കുന്ന ഒരുപാട് ഇൻകം ടാക്സ് ഇളവ് ഉൾപ്പെടെയുള്ള പലതരം എഴുതിത്തള്ളലുകൾ അതിലൂടെയാണ് വരുന്നത് എന്നുള്ളതാണ്. ഇതൊന്നും വളരെ നിഷ്കളങ്കമായ ഒരു സംഗതിയല്ല. അതിന് പറ്റുന്ന ഒരു വിദ്യാഭ്യാസ നയമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം 2000-ലോ മറ്റാണെന്ന് ബിർള അംബാനി എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇതാണ്. അതായത് ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ ഗ്രേഡഡ് ഓട്ടോണമി എന്നൊരു കാര്യം പറഞ്ഞു. അപ്പോൾ ഏറ്റവും ടോപ്പിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു പ്രത്യേകത എന്താ? ആ സ്ഥാപനങ്ങളുടെ പ്രത്യേകത അവർക്ക് ഇഷ്ടമുള്ള ഫീസ് വയ്ക്കാം, അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ സിലബസ് ഉണ്ടാക്കാം. അങ്ങനെ വരുമ്പോൾ അവർ വലിയ തോതിൽ ഫീസ് നിർണ്ണയിക്കും. സാധാരണക്കാരന് അവിടേക്ക് പ്രവേശനമില്ല. അപ്പോൾ അവിടെ നിന്നായിരിക്കും വലിയ റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ത്യയിലെ ടോപ്പായിട്ടുള്ള പ്ലമ്മായിട്ടുള്ള എല്ലാ സ്ഥാനങ്ങളിലേക്കും അതുപോലെ തന്നെ മറ്റ് ഇതിലേക്കും ഒക്കെ പോകുന്നത് ഈ കുട്ടികളായിരിക്കും. അതായത് ഒരു പണാധിപത്യത്തിന്റെ സംഗതി ഇതിലേക്ക് വരുന്നു എന്നതാണ്. സാധാരണക്കാരൻ ഇപ്പൊ തന്നെ അസമത്വത്തിന്റെ പടുകുഴിയിൽ ഇത് സായിനാഥ് പറയുമ്പോൾ ഈ വലിയ കല്യാണം നടന്ന സമയത്ത് വിദർഭയിലൂടെയാണ് ഈ ജാംനഗറിലേക്ക് പോകേണ്ടത്. വിദർഭ എന്ന് പറയുന്ന മഹാരാഷ്ട്രയുടെ ഈ സ്ഥലത്ത് 3 ലക്ഷം കർഷകർ ആത്മഹത്യ ചെയ്ത സ്ഥലമാണ്. ആ 3 ലക്ഷം കർഷകർ നിരവധി കർഷകർ ആത്മഹത്യ ചെയ്ത സ്ഥലമാണ്. അവിടെ 3 ലക്ഷം കുടുംബങ്ങൾ അവര് ഒരു തീരുമാനമെടുത്തു, ഞങ്ങളുടെ കുടുംബത്തിൽ കല്യാണം ഇല്ല, കുട്ടികളെ കല്യാണം കഴിപ്പിക്കുന്നില്ല. കാരണം എന്താ? അതിനുള്ള വകുപ്പില്ല, അതിനുള്ള പണമില്ലാത്തതുകൊണ്ട് 3 ലക്ഷം കുടുംബങ്ങൾ 3 ലക്ഷം കുടുംബങ്ങളിൽ 3 ലക്ഷം ആളുകൾ പെൺകുട്ടികളല്ല, ചിലപ്പോൾ 5 ലക്ഷത്തോളം പെൺകുട്ടികൾ ഉണ്ടായിരിക്കുക എന്നാണ് സായിനാഥ് പറയുന്നത്. അദ്ദേഹം പറയുന്നു 5 ലക്ഷത്തോളം അല്ലെങ്കിൽ 3 ലക്ഷം നിന്ന് മിനിമം ഒരു കുടുംബത്തിൽ ഒരു കുട്ടിയെ ഉള്ളെന്നിരിക്കട്ടെ, ആ പെൺകുട്ടിയുടെ കല്യാണം അവിടെ നടക്കുന്നില്ല. കാരണം പൈസയില്ല. അവിടെ നടത്തിയ ആത്മഹത്യകളിൽ 10-40% എന്താണ് ഈ പറയുന്ന, എൻ്റെ മകളെ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല, അതുകൊണ്ട് ഞാൻ ആ ഒരു അപമാന ഭാരത്തിൽ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അത്ര ഭീകരമായ യാഥാർത്ഥ്യം നിലനിൽക്കുന്നതിന്റെ കൂടെയാണ് 5500 കോടി രൂപ തലയ്ക്ക് ഒരു കല്യാണം നടത്തിയത്. ഒരാൾക്കും അതൊരു തെറ്റാണെന്ന് തോന്നിയില്ല. ആഘോഷങ്ങളായിരുന്നു. യൂട്യൂബർമാർ, ഇൻഫ്ലുവൻസർമാർ വലിയ ഇതെഴുതി ഇന്ത്യയിലെ പത്രങ്ങളെല്ലാം ഘോഷിച്ചു. എന്താണ് ഇഷ്ടം, ഒരു ഗംഭീര കല്യാണം മതി. നമ്മുടെ കൊടിയേറ്റം ഗോപിയുടെ സിനിമയില് ഗോപിയുടെ കഥാപാത്രം ഉണ്ടല്ലോ, നമ്മുടെ അടൂറിന്റെ സിനിമയിലെ കൊടിയേറ്റത്തിൽ ഗോപിയുടെ കഥാപാത്രം ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. അയാൾക്ക് തീരെ നിവൃത്തിയില്ലാത്ത ഒരു മനുഷ്യനാണ്, പാവപ്പെട്ട മനുഷ്യൻ. പക്ഷെ അയാൾ സ്വന്തം ഗംഭീരമായ ഒരു ബെൻസ് കാർ ഇങ്ങനെ പറന്ന് ഭയങ്കര സ്പീഡിൽ പോകുമ്പം അയാളിങ്ങനെ നോക്കി സന്തോഷിച്ചിരിക്കുന്നുണ്ട്. എന്തൊരു സ്പീഡ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം അങ്ങനെ കാണാമല്ലോ എന്ന് പറയും. അതുപോലെ ആളുകൾ ഈ 5000 കോടിയുടെ കഥ പറഞ്ഞ് ആസ്വദിക്കുകയാണ്. എന്തൊരു ഇതെന്നുള്ളത്. ഇവിടെ ഒരു പാവപ്പെട്ട മനുഷ്യൻ കല്യാണം കഴിയാൻ, കുട്ടിക്ക് സ്വന്തം മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു. അത് ഒരാളല്ല, 3 ലക്ഷം കുടുംബങ്ങൾ. ആ 3 ലക്ഷം കുടുംബങ്ങളുള്ള സ്ഥലത്ത് നിന്നാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത്. ഈ അസമത്വത്തിന്റെ ഇടയിൽ നിന്ന് അത് വീണ്ടും വ്യാപിപ്പിക്കുന്നു എന്നതാണ് ഈ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം കൊടുക്കുന്ന ഒരു സംഗതി. കോർപ്പറേറ്റ് താല്പര്യങ്ങളും നവ ഉദാരവൽക്കരണ അജണ്ടയും ഒളിച്ചു കടത്താനുള്ള ഒരു നയമാണ് വാസ്തവത്തിൽ ഇതിന്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ കമ്മോഡിഫിക്കേഷൻ, ചരക്കുവൽക്കരണം എന്നാണ് ഈ വിദ്യാഭ്യാസ നയത്തെ ഒരുപാട് വിമർശകർ വിശേഷിപ്പിക്കുന്നത്. ഇത് നവ ഉദാരവൽക്കരണ നയം കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു നയമാണ് എന്നതാണ് പറയുന്നത്. ഇപ്പോൾ അതിനുള്ള കൃത്യമായ വിമർശന കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. ഒന്ന്, ലാഭേച്ഛ. വിദ്യാഭ്യാസം ഒരു കമ്മോഡിറ്റിയാണ്, ലാഭം നഷ്ടങ്ങൾ നോക്കിയുള്ള ഒരു സംഗതിയാണ്. യഥാർത്ഥത്തിൽ ലോകത്തൊരിടത്തും സമൂഹത്തിന്റെ കയ്യിലായിരിക്കണം വിദ്യാഭ്യാസത്തിൽ ലാഭനഷ്ടം നോക്കാൻ പാടില്ല എന്നാണ്. ചാരിറ്റി പ്രവർത്തനമൊക്കെ നടത്തി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ പ്രൈവറ്റിന് നടത്താം, പക്ഷെ അതിനെ ലാഭത്തിന് വേണ്ടി ഒരു സാധനമാക്കി മാറ്റരുത് എന്നതാണ് വിദ്യാഭ്യാസത്തിന് ആത്യന്തികമായ നിയമം, ഒരു മൂല്യം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല.
ആർക്കും വിദ്യാഭ്യാസത്തെ ഒരു മുതലെടുക്കടക്കായിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ ഇവിടെ പറയുന്നുണ്ട് ഒരുപാട് സ്ഥലത്ത് പുതിയ നയത്തിൽ എംപ്ലോയബിലിറ്റി, സ്കിൽ ഡെവലപ്മെന്റ് 2 പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ പ്രയോഗിക്കുന്നുണ്ട്. അത് രണ്ടിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ തൊഴിൽ വിപണിയിലെ അനുസരണയുള്ള തൊഴിലാളികളെ സൃഷ്ടിക്കുക എന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിദ്യാഭ്യാസത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇൻഫർമേഷനും ഇന്റർപ്രിട്ടേഷനും അല്ല, അതിന്റെ അപ്പുറത്തേക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള മനുഷ്യരെ സൃഷ്ടിക്കലാണെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് പാടില്ല. നിങ്ങൾക്ക് കുറെ വിവരങ്ങൾ കൊടുക്കും, കുറെ സ്കില്ലുകൾ ഉണ്ടാക്കും, നിങ്ങൾക്ക് എംപ്ലോയബിലിറ്റി ഉണ്ടാക്കും, അവിടെ പോയി എംപ്ലോയ് ചെയ്ത് ജീവിച്ചോണം. അല്ലാതെ വിമർശാബോധം പാടില്ല, ചോദ്യങ്ങൾ ചോദിക്കരുത് എന്നതാണ്. അങ്ങനെ ക്രിട്ടിക്കൽ തിങ്കിങ് ഒഴിവാക്കാൻ പറ്റുന്ന പിന്നെ തരത്തിലുള്ള തൊഴിലാളികളെ സൃഷ്ടിക്കുക എന്നതാണ് ഈ വിദ്യാഭ്യാസ നയത്തിന്റെ ഉള്ളിലൂടെ വായിച്ചാൽ നമുക്ക് ബോധ്യമാകുന്ന ഒരു സംഗതി. മറ്റൊന്ന്, വലിയൊരു കടബാധ്യത ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ സംബന്ധിച്ച് UGC ഗ്രാന്റ് കൊടുക്കുമായിരുന്നതിന് വരെ ഇപ്പൊ കൊടുക്കുന്നത് വായ്പയാണ്. ആ വായ്പ വാങ്ങിയാൽ തിരിച്ചടയ്ക്കണം. അപ്പൊ കുട്ടികളിൽ നിന്ന് വാങ്ങണം. അതോടുകൂടി കുട്ടികൾക്ക്, സാധാരണ സ്ഥാപനങ്ങളിൽ പോലും കുട്ടികൾക്ക് വലിയ ഫീസായി മാറും എന്ന നിലയിലേക്കാണ്. ഇന്നിപ്പോൾ 3000 രൂപ കൊടുത്ത് മെഡിസിൻ പഠിക്കാൻ പറ്റുന്ന ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിൽ അത് 3 ലക്ഷം രൂപ കൊടുത്ത് പഠിച്ചാലും തീരാത്ത രൂപത്തിലേക്ക് വരും. അതോടുകൂടി കൂടുതൽ പിന്നെ സാധാരണക്കാരായ മനുഷ്യർ വിദ്യാഭ്യാസത്തിന്റെ ഈ പറയുന്നതിലേക്ക് നിന്ന് ഒഴിവാക്കപ്പെടും എന്നതാണ് മറ്റൊന്ന്. വേറൊന്ന്, മതേതര മൂല്യങ്ങളും ഈ ദേശീയ വിദ്യാഭ്യാസത്തെ 2 വാക്കിൽ വിമർശിക്കാൻ പറഞ്ഞാൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ വിമർശിക്കുന്ന 2 വാക്കുകളാണ്. ഒന്ന് വർഗീയവൽക്കരണവും മറ്റൊന്ന് വിപണിവൽക്കരണവും എന്നതാണ്. അതിൽ ഈ വർഗീയവൽക്കരണം വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി ഇതിൽ അന്തർലീനമായി ഇഴുകി ചേർന്നിരിക്കുകയാണ് എന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ത്രിഭാഷാ പദ്ധതി. ഈ ത്രിഭാഷാ പദ്ധതി നമുക്ക് കേട്ടാൽ വളരെ നല്ലതാണെന്ന് തോന്നും. കാരണം ഈ ത്രിഭാഷാ പദ്ധതി പിന്നെ കേരളത്തിലെ പിന്നെ തമിഴ്നാട്ടിലെയോ കേരളത്തിലെയോ ഒരു കുട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരാളിനെ സംബന്ധിച്ച് അവൻ മലയാളം പഠിക്കുന്നു, ഹിന്ദി പഠിക്കുന്നു, ഇംഗ്ലീഷ് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഉത്തരേന്ത്യയിലെ സംബന്ധിച്ച് അവന് 3 ഭാഷ പഠിക്കും, 2 ഇന്ത്യൻ ഭാഷയാണ് പഠിക്കേണ്ടത്. ഈ 2 ഭാഷ ഏതായിരിക്കും? ഒന്ന് അവൻ്റെ ഹിന്ദി ആണെങ്കിൽ ഹിന്ദി ആയിരിക്കും, അല്ലെങ്കിൽ ഭോജ്പുരി ആയിരിക്കും, അല്ലെങ്കിൽ ഉറുദു ആയിരിക്കും, ഏതെങ്കിലും ആയിരിക്കും. രണ്ടാമത്തെ ഭാഷ ഹിന്ദിയോ അല്ലെങ്കിൽ സംസ്കൃതമോ ആയിരിക്കും. അപ്പൊ സംസ്കൃതവും ഹിന്ദിയും വരുമ്പോൾ അതിലൂടെ ചില മൂല്യ വ്യവസ്ഥകളെ ബ്രാഹ്മണിക്കലായിട്ടുള്ള, സനാതനമായിട്ടുള്ള എന്നൊക്കെ പറയുന്ന ഇന്ത്യൻ, അതായത് ഹിന്ദുത്വ എന്ന രൂപത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ, ഹിന്ദു അല്ല ഹിന്ദുത്വ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹിന്ദു എന്ന് പറയുന്നത് ഒരു വിശാലമായ ഒരു ആശയ സംഹിതയെ അടിസ്ഥാനത്തിൽ ഒരു ജീവിത ശൈലിയാണ്. എന്നാൽ ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണ്. ആ പൊളിറ്റിക്കൽ അജണ്ട അടിസ്ഥാനപ്പെടുത്തുന്നത് ബ്രാഹ്മണിക്കലായിട്ടുള്ള ഒരു ദേശീയതാവാദമാണ്. ഏകാത്മകമായ ബ്രാഹ്മണിക്കലായ ഒരു ദേശീയതാവാദം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാനുള്ള ഒരു ഇതല്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ആ ദേശീയതാവാദം അടിച്ചേൽപ്പിക്കാനുള്ള പറ്റുന്ന മൂല്യ വ്യവസ്ഥകൾ അതിപ്പോ തന്നെ ഇന്ത്യയിലാകെ ഉണ്ട്. സരസ്വതി വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ ബാലഗോകുലങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികളിലൂടെ ഇപ്പൊ തന്നെ മൂല്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിലും അപ്പുറത്തേക്ക് അത് പോരാ. സമൂഹത്തിന്റെ പൊതുമനോഭാവത്തെ മൊത്തത്തിൽ സാംസ്കാരികമായി സ്വാധീനിച്ചാൽ മാത്രമേ നമുക്ക് മതരാഷ്ട്രവാദത്തിലേക്ക് എത്താൻ കഴിയൂ. ഞാൻ ആദ്യം പറഞ്ഞ ഗ്രാംഷി അവിടെയാണ് വരുന്നത്. എങ്ങനെയാണ് ഈ ഇന്ത്യൻ സമൂഹത്തെ ഇനി മാറ്റി തീർക്കുക എന്ന് ചോദിച്ചാൽ സാംസ്കാരികമായ മാറ്റം, മനോഭാവത്തിലുള്ള മാറ്റത്തിലൂടെ വേണം. ആ മനോഭാവത്തിലുള്ള മാറ്റത്തിന് ഏറ്റവും നല്ല ടൂളാണ് വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികളുടെ മനസ്സിനെ മാറ്റിയാൽ എളുപ്പമാണ്. അതുകൊണ്ട് ത്രിഭാഷാ പദ്ധതിയിലൂടെ ഒളിച്ചു കടത്തുന്നു ഈ പറയുന്ന സവർണാധിപത്യ, ഈ പറയുന്ന ഹൈന്ദവ എന്ന് പറയുന്നില്ല, ഹിന്ദുത്വത്തിന്റെ മൂല്യങ്ങൾ എന്ന് പറയുന്നത്. ഈ രേഖയിൽ ഒരുപാട് സ്ഥലത്ത് ഇന്ത്യൻ നോളജ് സിസ്റ്റം ഞാനതിൻ്റെ വിശദാംശങ്ങളിൽ പറയുന്നില്ല. ഭരതമുനി വിമാനം ഉണ്ടാക്കിയെന്നും, അല്ലെങ്കിൽ പശു ഓക്സിജൻ ശ്വസിച്ച് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നുവെന്നും, അതല്ലെങ്കിൽ പശുവിൻ്റെ കൊമ്പിന് ഇലക്ട്രോണിക് ഇതുണ്ടെന്നും ഒക്കെ പറയുന്ന നമ്മൾ എത്രയോ അസംബന്ധങ്ങൾ നമ്മൾ കേട്ടു. അല്ലെങ്കിൽ ഓടയിൽ നിന്ന് ഗ്യാസ് ഉണ്ടാക്കാൻ പറ്റുമെന്നും ഒക്കെ പറയുന്ന എത്രയോ അസംബന്ധങ്ങൾ നമ്മൾ കേട്ടു. അത്തരം അസംബന്ധങ്ങളുടെ ഒരു കൂമ്പാരമാണ് ഈ ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന രൂപത്തിൽ അവതരിപ്പിക്കപ്പെടുക എന്നതാണ്. ഗവേഷണങ്ങളെല്ലാം ഇപ്പോൾ ആ രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പഞ്ചഗവ്യവും ചാണകവുമാണ് കൂടുതൽ ഗവേഷണ വിഷയം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ രണ്ടാമത്തെ കാര്യം വ്യാപകമായ തമസ്കരണമാണ് എന്നതാണ്. ഇപ്പോൾ ഗോൾവാർക്കർ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, 1000 years ഓഫ് ഡാർക്ക് ഏജ് എന്നോ മറ്റോ ആണ്. അതായത് ഈ ഇന്ത്യ ബ്രിട്ടീഷ് കാലവും മുഗൾ ഭരണകാലവും എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇരുണ്ട യുഗമാണെന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സുവർണ കാലഘട്ടമായിരുന്നു മുഗളന്മാരുടെ ഭരണകാലം. ഏറ്റവും കൂടുതൽ ഈ ലോകത്തെ ഏറ്റവും GDP-യിൽ ഒന്നാമത്തെ പ്രദേശം അന്ന് ഇന്ത്യ ആയിരുന്നു എന്നതാണ്. മാത്രമല്ല, ഇപ്പം നമുക്കറിയാലോ 1000 വർഷം അല്ലെങ്കിൽ 1000-700 വർഷം മുഗളന്മാർ ഭരിച്ചു എന്നിരിക്കട്ടെ. അങ്ങനെ ഭരിച്ചപ്പോൾ അവർ മതാധിപത്യമായ ഒരു ഭരണമാണ് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ ഒരു മുസ്ലിം രാജ്യമാകേണ്ടതല്ലേ? ഇപ്പോഴും ഇന്ത്യയിൽ 80% ഹിന്ദുക്കളല്ലേ? അപ്പോൾ എന്തുകൊണ്ട് അവർ
മതപരമായ ഇതിലേക്കല്ല അവർ പോയതെന്നുള്ളതാണ്. ഇപ്പോൾ അക്ബറിന്റെ കാര്യം നമുക്കറിയാം. അദ്ദേഹം ദിന്നിലാക്കി എന്നൊരു പുതിയ രണ്ടും കൂടെ സംയോജിപ്പിച്ചിട്ട് ഇത് തന്നെ ഉണ്ടാക്കിയെന്ന് നമുക്കറിയാം. ഔറംഗസീബാണ് ഏറ്റവും വലിയ മതമൗലികവാദി എന്ന് പറയുന്നത്. അദ്ദേഹം പോലും 600 ക്ഷേത്രങ്ങൾക്ക് ഉപജീവനപ്പടി കൊടുക്കുകയും അദ്ദേഹത്തിന്റെ പിന്നെ സഭയിൽ ഏതാണ്ട് 32ഓളം ഹിന്ദു പിന്നെ വിദഗ്ധരായ ആളുകൾ ഉപദേശത്തിനുണ്ടായിരുന്നു എന്നതാണ്. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ ഇതിനെല്ലാം വികലമായി ചിത്രീകരിക്കുകയാണ്. ഇവരെല്ലാം മതമൗലികവാദികളാണ്. ഇന്ത്യൻ സംസ്കാരത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ വിദേശ ആക്രമണത്തിന് കീഴിൽപ്പെട്ടവരാണ്. എന്താണ് വിദേശം? ഈ പിന്നെ പിന്നെ ഈ പറയുന്ന ബ്രാഹ്മണിക്ക് ആയിട്ടുള്ള പിന്നെ സവർണ പിന്നെ ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയല്ലോ, ചാതുർവർണ്ണ വ്യവസ്ഥ ഉണ്ടാക്കിയ ആ വന്ന ആര്യന്മാർ എന്ന് പറയുന്നത് ഇന്ത്യക്കാരാണോ? അവര് വേറെ മധ്യേഷ്യയിൽ നിന്ന് വന്നവരല്ലേ? ആരാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്കാർ? അങ്ങനെ നോക്കിയാൽ ഇവിടുത്തെ ആദിമവംശങ്ങളൊക്കെ വേറെ മലകളിലൊക്കെ കുറച്ച് പേരെ കാണുള്ളൂ. ഇപ്പോൾ ബാക്കി എല്ലാവരും വരുത്തന്മാരാണ്. അപ്പോൾ ഇന്ന് വരുന്നവൻ ഇന്നലെ വന്നവനെ പറയുന്നത് നീയാണ് വരുത്തൻ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഈ രൂപത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തെ വികലമാക്കിക്കൊണ്ട് മുഗൾ സാമ്രാജ്യം, മുഗൾ ഭരണത്തെക്കുറിച്ചോ ബ്രിട്ടീഷ് അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല, തമസ്കരിക്കുകയാണ്. ഡൽഹി സുൽത്താനേറ്റിനെ പറ്റി പഠിപ്പിക്കുന്ന ആ കാലഘട്ടം ചരിത്രത്തെ നീക്കം ചെയ്തു. മുഗൾ സാമ്രാജ്യത്തിന്റെ ചരിത്രം നീക്കം ചെയ്തു. നമുക്കറിയാം ശാസ്ത്രത്തിന്റെ മേഖലയിൽ സയൻസ് കുട്ടിക്ക് ഈ ജീവിത ലൈഫ് സ്കില്ലിനുള്ള സയൻസ് ഒക്കെ പഠിച്ചോ, പക്ഷെ വിമർശനാത്മകമായ സയൻസ് നിങ്ങൾ പഠിക്കരുത് എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട. ഇപ്പോൾ ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം അത് പഠിപ്പിക്കുന്നില്ല. കാരണം പിന്നെ അത് പഠിപ്പിച്ചാൽ കുട്ടികളെ സംബന്ധിച്ച് യുക്തിചിന്തയും ശാസ്ത്രബോധത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ വിലയിരുത്താൻ കുറച്ചുകൂടെ കഴിവ് കിട്ടും. അതുകൊണ്ട് അത് പഠിപ്പിക്കുന്നില്ല. അതാണ് എൻ്റെ പ്രശ്നം. ഇപ്പോൾ ഒരു കേന്ദ്രത്തിലൊരു മന്ത്രി പറഞ്ഞത്, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി സത്യേന്ദ്രനാഥ് മറ്റോ അല്ലേ, അങ്ങനെ ഒരാളാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ പരിണാമ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നില്ല. കാരണം എന്താ? കുരങ്ങനിൽ നിന്ന് മനുഷ്യനുണ്ടായി എന്നാണ് പരിണാമ സിദ്ധാന്തത്തിൽ പറയുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു കുരങ്ങന് മനുഷ്യനായത് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ പഠിപ്പിക്കുന്നില്ല എന്നാണ്. ഇത് പഠിപ്പിക്കാൻ പാടില്ല എന്നാണ്. യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത? അത് തന്നെ വേറൊരു വിഷയമാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. പക്ഷെ ഒറ്റ കാര്യം പറയാം, പരിണാമ സിദ്ധാന്തത്തിൽ എവിടെയും ചാൾസ് ഡാർവിന്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ എവിടെയും കുരങ്ങനിൽ നിന്നാണ് മനുഷ്യനുണ്ടായതെന്ന് പറയുന്നില്ല. അതിനുശേഷം ഉണ്ടായ ഹ്യൂഗോ ഡീവറിസിന്റെയും മറ്റും സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ മോഡേൺ എവല്യൂഷൻ തിയറി ഉണ്ടായി. ആ തിയറിയിൽ ഒരിടത്തും കുരങ്ങനിൽ നിന്നാണ് മനുഷ്യനുണ്ടായതെന്ന് പറയുന്നില്ല. പറയുന്നത് കുരങ്ങനും മനുഷ്യനും ഒരു കോമൺ ആൻസസ്ട്രിയിൽ നിന്ന്, ഒരു പൊതുപൂർവികനിൽ നിന്ന്, ഒരു പ്രൈമേറ്റിൽ നിന്ന് പരിണമിച്ച് രണ്ട് വ്യത്യസ്ത രൂപത്തിലുണ്ടായതാണ് എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, ഇപ്പൊ ചാൾസ് ഡാർവിൻ പറയുന്നുണ്ട് എങ്ങനെയാണ് ഇപ്പൊ ജീവികൾ പരിണമിക്കുന്നത് ചോദിച്ചാൽ അതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. എങ്കിലും പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ജീവിവർഗങ്ങൾ എല്ലാം ആവശ്യത്തിൽ കൂടുതൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഒരു ആന പോലും 10ഓ 20ഓ പിന്നെ പ്രസവം നടത്താൻ കഴിവുള്ളതാണെന്ന്. അപ്പം പിന്നെ ഉണ്ടാക്കുന്നു. പ്രോഡിഗാലിറ്റി ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരുപാട് ഒരു പ്രകൃതിയിൽ ഒരുപാട് ജീവികൾ ഉണ്ടാകുമ്പോൾ അവയ്ക്ക് ആഹാരത്തിനും മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി അവ തമ്മിൽ കടിപിടി കൂടേണ്ടി വരും. നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, അത് അദ്ദേഹം പറയുകയാണ്. അത് അങ്ങനെ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസിൽ അതിജീവിക്കുന്നത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, അർഹതയുള്ളത് മാത്രമേ അതിജീവിക്കുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അർഹതയുള്ളത് മാത്രം അതിജീവിക്കും. ഇപ്പോൾ ഒരു കുളത്തിൽ പെട്ടെന്ന് വെള്ളം വറ്റിപ്പോയാൽ ചില മീനുകൾക്ക് അന്തരീക്ഷവായു ശ്വസിക്കാനുള്ള അനുകൂലം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മീനുകൾ മാത്രം അവിടെ ജീവിക്കും, ബാക്കിയെല്ലാം നശിച്ചു പോകും. ആ മീനുകൾ അങ്ങനെ പ്രകൃതി നിർദ്ധാരണം വഴി അരിച്ചരിച്ചരിച്ച് പുതിയ ജീവിവർഗങ്ങൾ ഉണ്ടാക്കിയതാണ്. വേറെ കാര്യങ്ങളുണ്ട്, അതിലേക്ക് പോകുന്നില്ല. അപ്പം ഞാൻ പറയുന്നത് ഇതൊക്കെ ശാസ്ത്രീയമായ നിരീക്ഷണ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നതിനെ മുഴുവൻ ഒറ്റ വാക്കിൽ റദ്ദ് ചെയ്തുകൊണ്ട് പറയുകയാണ് പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കേണ്ട എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി പതുക്കെ ഇന്ത്യൻ മനസ്സിൽ നിന്ന് മഹാത്മാഗാന്ധി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. മഹാത്മാഗാന്ധിയുടെ MNREGS എന്ന് അദ്ദേഹത്തിന്റെ പേരെടുത്ത് കളഞ്ഞു. പല ഇന്ത്യൻ നോട്ടുകളിൽ നിന്ന്, കറൻസി നോട്ടുകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ എടുത്തു മാറ്റുന്നു. മഹാത്മാഗാന്ധി എവിടെയെല്ലാം വെട്ടാമോ അവിടെയെല്ലാം പതുക്കെ വെട്ടി. നെഹ്റുവിനെ നേരത്തെ തന്നെ വെട്ടി. മഹാത്മാഗാന്ധി അങ്ങനെ എളുപ്പത്തിൽ പറ്റാത്തത് കൊണ്ട് പുറമേക്ക് അദ്ദേഹത്തെ ആനുകൂലിക്കുകയും അകമേക്ക് വീണ്ടും അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് പ്രധാനപ്പെട്ട സംഗതി. ഗുജറാത്ത് കലാപത്തെ പറ്റി ഇന്ത്യൻ ചരിത്രത്തിൽ എങ്ങും പഠിപ്പിക്കുന്നില്ല. നമ്മൾ ആലോചിച്ച് നോക്കണം. വലിയൊരു ചരിത്ര സംഭവമാണ്, ഒരു വംശഹത്യ നടന്ന ഒരു പ്രദേശം ഈ അടുത്ത കാലത്ത്. പക്ഷേ ചരിത്രത്തിൽ പഠിപ്പിക്കുന്നില്ല. അങ്ങനെ നമുക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം വെട്ടി മാറ്റുന്ന ഒരു ഇത്. അതുപോലെ സംസ്കൃതത്തിന് അമിത പ്രാധാന്യം നൽകുന്നു എന്നതാണ് പിന്നെ അതിൻ്റെ ഒരു ഉദാഹരണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് സംസ്കൃതത്തിന്, കാരണം ചില പ്രത്യേകതരം മൂല്യങ്ങൾ ഒളിച്ചു കടത്താനുള്ള സംഗതി. അപ്പോൾ ഇങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങൾ വരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒന്ന്, ഫെഡറലിസത്തിന്
തകർക്കുന്നു എന്നതാണ്. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലാക്കി. ഇപ്പോൾ ഏറ്റവും ഈ NEP വരുമ്പം കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ചുമ്മാ പേരിനെ ഉണ്ടായിരിക്കുള്ളൂ. യഥാർത്ഥത്തിൽ കേന്ദ്രമായിരിക്കും എല്ലാം തീരുമാനിക്കുക. ഈ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷനും സ്കൂൾ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സംവിധാനങ്ങളുമാണ് എല്ലാം തീരുമാനിക്കുക. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമുക്കറിയാമല്ലോ, കേരളത്തിൽ നികുതി കൊടുക്കുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെയാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിന് SSA എന്ന് പറയുന്ന, ഇതിപ്പോൾ SSK ആണ്. SSK എന്നൊരു സംവിധാനമുണ്ട്. SSKക്ക് പൈസ കൊടുക്കാനുണ്ട്. 1180 കോടി രൂപയോളം 3 വർഷമായിട്ട് കൊടുക്കാറുണ്ട് കേരളത്തിൽ. അത് കൊടുക്കുന്നില്ല. കാരണം എന്താ? PM ശ്രീ പദ്ധതിക്ക് ഒപ്പിട്ടിട്ടില്ല. PM ശ്രീ പദ്ധതിക്ക് ഒപ്പിട്ടാൽ എന്ത് വേണം? ഈ പറയുന്ന സ്കൂളുകൾ കേന്ദ്ര സിലബസിൽ പഠിപ്പിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ പ്രശ്നമുണ്ട്. മൂന്നാമത്തെ കാര്യം, PMന്റെ പ്രധാനമന്ത്രിയുടെ ഒരു പടം അവിടെ വയ്ക്കണം. PM ശ്രീ സ്കൂൾ എന്ന രൂപത്തിൽ പടം വയ്ക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കണം. അതിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ വിമർശനത്തിൻ്റെ ഇടയിലാണ് കേരള സർക്കാർ അത് പോയി ഒപ്പിട്ടത്. പക്ഷെ അത് നയം അംഗീകരിക്കില്ല, ഞങ്ങൾ ഒപ്പിട്ടതേ ഉള്ളൂ എന്ന് പറഞ്ഞെങ്കിൽ പോലും വലിയ വിമർശനം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം അത് കോൾഡ് സ്റ്റോറേജിലായി കഴിഞ്ഞു. ഇനി അത് ഒപ്പിടില്ല എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞത് ചുരുക്കത്തിൽ, പിന്നെ PM ശ്രീയുടെ പേരിൽ ഇത് ഒപ്പിടുകയാണെങ്കിലോ അല്ല ഏത് തരത്തിലായാലും അതിഭീകരമായ കുഴപ്പമായിരിക്കും കേരളത്തിൽ സംഭവിക്കുക. ഈ വിദ്യാഭ്യാസ നയം അംഗീകരിച്ചാൽ സംഭവിക്കുക. പക്ഷെ നമ്മൾ തമിഴ്നാടിന് ത്രിഭാഷാ പദ്ധതി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. മറ്റു പല കാര്യങ്ങളും അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ പറയാം, നമ്മളോ തമിഴ്നാടോ ബംഗാളോ മാത്രം വിചാരിച്ചുകൾ ഇത് നിൽക്കില്ല. അതാ പ്രശ്നം. ബാക്കി 28 സംസ്ഥാനങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പതുക്കെ ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തെ കേന്ദ്രീകൃതമായ ഒരു ബ്രാഹ്മണിക്കൽ ഹെഗമണിയുള്ള ഏകാത്മക ദേശീയവാദത്തിന് പറ്റുന്ന മനോഭാവം ഉണ്ടാക്കുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനമാക്കി മാറ്റുന്ന ഒരു കെണിയാണ് യഥാർത്ഥത്തിൽ PM ശ്രീ എന്നതാണ് മുന്നോട്ട് വയ്ക്കുന്ന വിമർശനം. അതങ്ങനെ മനസ്സിലാക്കി അതിനെതിരെ പ്രതിദിന പ്രക്ഷോഭം, അതിനെതിരെ വലിയ വ്യാപകമായ പിന്നെ ആശയപ്രചാരണം അത് ഇന്ത്യയിൽ ആകെ നടത്തി മാത്രമേ ഇതിനെ പൊളിക്കാൻ പറ്റൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.